ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബുധനാഴ്ച ദിവസം മൈൻഡ്ഫുൾനെസ്സിന്റെ ദിവസമാണ്. മൈൻഡ്ഫുൾനെസ്സിന്റെ 117ാമത്തെ സെഷനാണ് നമ്മൾ എടുക്കുന്നത്. വളരെ കൃത്യമായി എന്താണ് മൈൻഡ്ഫുൾനെസ് എന്നും നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ മൈൻഡ്ഫുൾനെസ് നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാമെന്നും അതിന്റെ സ്റ്റെപ്പുകളൊക്കെ ഇളങ്കോ സാറിൽ നിന്നും അതുപോലെ തന്നെ ആന്റണി സാറിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്കറിയാം ഒത്തിരി പേര് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായി സൂക്ഷിക്കുന്നുമുണ്ട്. അപ്പൊ അതൊരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. തന്നെയുമല്ല ഇന്നത്തെ ദിവസം ലോക പുസ്തക ദിനം കൂടിയാണ്. അപ്പൊ ഞാൻ ഇളങ്കോ സാറിനോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യായിരുന്നു, മൈൻഡ്ഫുൾനെസ്സിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞ് തുടങ്ങണം. കാരണം അതിന് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, തീർച്ചയായിട്ടും പല പ്രാവശ്യം സാർ അത് പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ ബുക്കുകളും കൂടെ ഒന്ന് പരാമർശിച്ച് നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങണം. ലോക പുസ്തക ദിനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പുസ്തകങ്ങളെയും കൂടെ മനസ്സിലൊന്ന് വെക്കാം. സോ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇളങ്കോ സാറിനെയും. സോ ഇളങ്കോ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ, താങ്ക്സ് എ ലോട്ട്. നമുക്ക് മൈൻഡ്ഫുൾനെസ്സിന് ആൽമോസ്റ്റ് എല്ലാ പാർട്ടിസിപ്പൻസും എന്നെക്കാട്ടിലും കൂടുതൽ ഐഡിയ ഉള്ളവരാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പുത്തമ്പുറയ്ക്കൽ സാറാണ് ക്ലാസ് പല മാറ്റേഴ്സും എടുത്തു പോയത്. അതുകൊണ്ട് ഞാനൊരു ബേസിക് ഇതിൽ മാത്രം നിൽക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ സാർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് പറഞ്ഞു തരാറുണ്ട്. അപ്പം വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ് എന്ന് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. മൈൻഡ്ഫുൾനെസ് ഇസ് നത്തിങ് ബട്ട് ലിവിങ് ഇൻ ദ പ്രസന്റ്. വാട്ട് ഈസ് ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, what is mindfulness? Mindfulness is equal to living in the present. Living in the present is equal to aware, attend, moment to moment, without prejudgment. ഈ 4 വാക്കുകളാണ് എക്സ്ട്രാordinary ഇമ്പോർട്ടൻറ്റ്. വെരി ബേസിക്, മീൻസ് SSLC വരെ ഉള്ള ടോപ്പിക്കുകൾ പോലെ. പിന്നെ കമ്പാഷനേറ്റ്, ലെറ്റ് ഇറ്റ് ഗോ എന്നൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് എക്സ്ട്രാordinary ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും very basically aware and attend. What is to be aware? Aware of your body, aware of your emotion, aware of your feeling. Then what is emotion? ഞാൻ എമോഷനെ കുറിച്ചാണ് കുറച്ചുകൂടെ ചിന്തിച്ചത്. വാട്ട് ഈസ് എമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ സൈക്കോളജിക്കൽ റിയാക്ഷൻ ടു വൺ സ്റ്റിമുലി. അപ്പം വാട്ട് ഈസ് സൈക്കോളജിക്കൽ റെസ്പോൺസ് ഓഫ് ദാറ്റ് സ്റ്റിമുലി? ആ സ്റ്റിമുലി വരുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിനകത്താണോ തോന്നുന്നത് അല്ല ബോഡിയിലാണോ തോന്നുന്നത്? ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും വന്ന് കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പോവാം. ദെൻ വി വിൽ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് മോർ ഓൺ എമോഷൻ. ടുഡേ ഐ തോട്ട് ഐ വിൽ കോൺസെൻട്രേറ്റ് മോർ ഓൺ എമോഷൻസ്. ഞാൻ പല ദിവസങ്ങൾ ബ്രെയിൻ, അമിഗ്ഡല, ഹിപ്പോ ക്യാമ്പസ്, ഹൈപ്പോതലാമസ്, പിന്നെ ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ പോവുമായിരുന്നു. പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്, ഇങ്ങനെ കുറേ. പിന്നെ കുറേ എന്താ പറയുക, ന്യൂറൽ നെറ്റ്വർക്ക്സ്. എന്താണെങ്കിലും ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇതെല്ലാം വരുന്ന ഒന്നാണെങ്കിലും ഈ ന്യൂറൽ നെറ്റ്വർക്ക്സിന് ഫയറിങ് എങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതിൻ്റെ വെരി ബേസിക് ആയിട്ട് മനുഷ്യൻ ഒരു കാര്യത്തിനെ കാണുമ്പോൾ ഹി ഗെറ്റ് എമോഷണൽ വാല്യൂ. അപ്പം വാട്ട് ഈസ് എമോഷൻ എന്ന് പറഞ്ഞാൽ, സാർ വന്ന് മനോജ് സാറോ റോയ് സാറോ സപ്പോർട്ട് ചെയ്യുക. ദെൻ വി ഷാൽ മൂവ് ഫർദർ ആൻഡ് ഫർദർ. നമസ്കാരം സാർ. യെസ് സാർ, നമസ്തേ സാർ. റിയാക്ഷൻ ടു സ്റ്റിമുലേറ്റ്, ദാറ്റ് ഈസ് മനസ്സിലാണ്, ബോഡിയിലല്ല, മനസ്സിലാണ് എമോഷൻ എന്ന് പറയാണോ സാർ? അപ്പം മനസ്സ് കറക്റ്റ് ആയിട്ടില്ലാത്തവൻ കൽ മനസ്സ് എന്ന് പറയും അല്ലേ? ഓക്കെ, മനോജ് സാറോ? സാർ, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റിമുലി എന്ന് പറഞ്ഞത് കുറെ സ്റ്റിമുലികളിൽ ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും. എങ്കിലും നമുക്കത് ഇമോഷണൽ ഫീലിങ്സും അങ്ങനെയൊക്കെ വരുള്ളൂ. ദാറ്റ്സ് ഓൾസോ അല്ലേ? അതാണ് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിട്ടാണ് എനിക്ക് എൻ്റെ വളരെ ലിമിറ്റഡ് അറിവിൽ ഇപ്പോൾ പറയാവുന്ന ഒരു ഉത്തരം. ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. പക്ഷെ ഞാൻ ഒരു വാക്ക് കൂടെ പറഞ്ഞു, എമോഷൻ ഈസ് ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി
കണക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ രണ്ടിലും ആ ചേഞ്ചസ് കാണുന്നതാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും നോർമലി ഇപ്പൊ റോയ് സാറും മനോജ് സാറും പറഞ്ഞ അല്ല ഇളങ്കോയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എമോഷൻസ് വരുമ്പോൾ എൻ്റെ കണ്ണിലിരുന്ന് കണ്ണുനീര് വരുന്നു, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം വരുമ്പോൾ ഞാൻ വാ തുറന്ന് എന്ന് ഒരു ശബ്ദമുണ്ടാക്കുന്നു, വാ തുറക്കുന്നു. അതല്ലെങ്കിൽ എൻ്റെ ഫേസിൻ്റെ ഈ കവിളെല്ലാം കുറച്ച് കൂർപ്പിക്കുന്നു. അതല്ലെങ്കിൽ മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കവിളെല്ലാം ഉണങ്ങുന്നത് പോലെ കാണിക്കുന്നു. ദറ്റ് ഓൾ കോമ്പിനേഷൻ ആർ ഒരു ഫേസറ്റ്സ് ഓഫ് എമോഷൻ അല്ലേ? ആദ്യം ഫോം ചെയ്യുന്നത് മനസ്സിലല്ലേ, അത് കഴിഞ്ഞേച്ചല്ലേ ഫിസിക്കലായിട്ടുള്ള ഇത് വരുന്നത്. അങ്ങനെയാണോ സർ? അല്ലേ, ആദ്യമേ അങ്ങനെ ഫോം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് അല്ലേ ഈ കാണുന്ന കണ്ണീര് വരുന്നതും ദേഷ്യം വരുന്നതും ഒക്കെ പിന്നീടല്ലേ. ശരി, സാറ് അറിയാതെ റോട്ടിൽ കൂടെ നടന്നു പോവുക, ഇളങ്കോയും സാറും പോവാണ്. അവിടെ ഒരു തീ കനൽ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല, കാണുമ്പോൾ കറുപ്പ് പോലെയായിരുന്നു. നേരെ നമ്മൾ നടന്നു പോയി. അപ്പോൾ ഒരു തീ കനൽ സൈഡിൽ കൂടെ കാൽപാദത്തിലല്ല, നമ്മുടെ കാഫ് മസിലിന്റെ അടുത്ത് ഒരു വടി പോലെ ഒരു തീ കനൽ കൊണ്ടു. ആ സമയത്ത് സാറിന് എമോഷൻ എന്താണ്? അത് ഓട്ടോമാറ്റിക്കലി സെൻസേഷൻ. അതെ, അങ്ങനെ വരുമ്പോൾ മൈൻഡിൽ മാത്രമാണോ? അല്ലല്ല, ഇതാണ് ഒരു വലിയ മേജർ ഡിബേറ്റബിൾ ആർ ഡിബേറ്റിംഗ് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മീൻസ് എമോഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും, അതാണ് പറഞ്ഞത് ഇൻക്ലൂഡിങ് ഇളങ്കോ, എവറിബഡി ആർ ടേക്കിംഗ് ഇറ്റ് ഈസ് മെന്റൽ സ്റ്റേറ്റസ് എന്ന്. ബട്ട് ഈ എമോഷൻ എന്ന് പറയുന്നത് ആദ്യം ബോഡിയിലും വരാവോ? ഫിസിക്കൽ സ്റ്റേറ്റസ് വന്ന് മെന്റൽ സ്റ്റേറ്റസ് ട്രിഗർ ചെയ്യാവോ? മെന്റൽ സ്റ്റേറ്റസ് വന്ന് ഫിസിക്കൽ സ്റ്റേറ്റസ് ട്രിഗർ ചെയ്യാവോ? വിച്ച് ഇസ് റൈറ്റ്? രണ്ടും സംഭവിക്കാം. അപ്പം ഇതാണ് ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദർ മൈറ്റ് ബി ഫിസിക്കൽ stimuli or physical triggering towards psychological, or psychological triggering and moving to physiological. ഇത് രണ്ടും സംഭവിക്കാവുന്നതാണ് എമോഷൻ. അങ്ങനെ അതുകൊണ്ടാണ് ഈ എമോഷനും തോട്ടിനും കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് ഒരു റെഗുലേറ്റ് ചെയ്ത് റെഗുലർ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ യു ആർ റീച്ചിങ് ടു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നു. മൈൻഡ്ഫുൾനെസ് എന്ന് പലരും കഴിഞ്ഞ, ഞാൻ ഈ ലാസ്റ്റ് തേഴ്സ്ഡേ പറഞ്ഞിരുന്നു തോന്നുന്നു, ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. അന്ന് പിന്നെ ഞാൻ യൂട്യൂബിൽ കൂടെ കണ്ടപ്പം ഞാൻ കരഞ്ഞുപോയി. പിന്നെ കല്ലെടുത്ത് അവരെ എറിയാനും ഉദ്ദേശിച്ചിരുന്നു. അവരെ ഞാൻ ഫോൺ വരെ വിളിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു. പിന്നെ അവർ തിരിച്ചു വിളിച്ചപ്പം സോറി ജസ്റ്റ് കാഷ്വലി ഐ തോട്ട് ടു സേ ഹായ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തി. ബിക്കോസ് അവരെ വിളിക്കുന്നത് വരെ ഐ വാസ് എമോഷണലി ചാർജ്. ഞാൻ വിളിച്ചപ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് മാറി. ലോകം ഫുള്ളും മൈൻഡ്ഫുൾനെസ്സിനെ അറിയാൽ ഇപ്പോൾ അമേരിക്ക എങ്ങനെ മൂവ് ചെയ്യുന്നെന്ന് പലർക്കും കറക്റ്റ് മനസ്സിലാകാതെ അവരവരുടെ വ്യൂസ് പറയുകയാണ്. പണ്ട് അതാണ് നമ്മളെ ഒരു ഹിസ്റ്ററിയിൽ ഒരു പാഠം പഠിപ്പിച്ചു തന്നുള്ളത്. സോഷ്യൽ സ്റ്റഡീസിൽ ഒരു ആനേനെ കൊണ്ട് നിർത്തി 7 കുരുടന്മാർ അല്ല കണ്ണ് കാണാത്തവന്മാർ 7 പാർട്സിനെ ടച്ച് ചെയ്തിട്ട് 7 രീതിക്ക് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മൾ സയൻസയോ അല്ലെങ്കിൽ നോളജയോ എക്കോണമിയിനോ എല്ലാ സ്ഥലത്തും നമ്മൾ ഓരോരോ സ്റ്റൈലിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അവർ പറഞ്ഞത് അന്ന് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. അവരന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്കും വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ, ഞാൻ പേഴ്സണലി എന്നെ വിളിച്ചാൽ ഞാൻ എവിടെയാണ് ലിങ്ക് എന്തൊക്കെ പറഞ്ഞുതരാം. അവർ പറഞ്ഞത് മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് കഴിക്കുന്നത് മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ്, ഫാസ്റ്റർ ആയിട്ട് കഴിക്കുന്നത് മൈൻഡ്ലെസ് ഈറ്റിംഗ്. ഈ മൈൻഡ്ലെസ് എന്ന് ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ 100 സിനോണിംസ് കൊടുത്താൽ 96-മത്തെയോ 97-മത്തെയോ ഇതാണ്. അതെന്ന് പറഞ്ഞാൽ
ഒരു ബ്രോഡർ അല്ലെങ്കിൽ ഔട്ടർ സൈഡിൽ ഇരിക്കുന്ന ഒരു സിനോണിമാണ്. മൈൻഡ്ഫുൾനെസ്സിനെ അല്ലെ മൈൻഡ്ഫുളിനെ ആന്റണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അൺമൈൻഡ്ഫുൾനെസ് എന്നാണ് പറയേണ്ട ഒരു വാക്ക്. എല്ലാത്തിനും കറക്റ്റ് ടെർമിനോളജി ഉണ്ട്. അപ്പോൾ ഇവർ മൈൻഡ്ഫുള്ളും മൈൻഡ്ലെസ്സും എന്നാണ് പറഞ്ഞു പോയത്. മൈൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്ററായിട്ട് കഴിക്കുക, നിന്നുകൊണ്ട് കഴിക്കുക, അതൊക്കെ മൈൻഡ്ലെസ് ആണ്. ഇരുന്ന് പതുക്കെ കഴിക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ്. മീൻസ് അവരുടെ ഈ ആനയെ കണ്ട കുരുടന്മാരിൽ ഒരാള് പറഞ്ഞ കഥയാണെന്ന് ഞാൻ ലാസ്റ്റിൽ വിട്ടിട്ട് അത് കഴിഞ്ഞ് അവർ ചോദിച്ചപ്പം ഹായ് ഞാൻ വെറുതെ കാഷ്വലി മാഡത്തിന് ഹായ് പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞു മാം, അത്രയേ ഉള്ളൂ പറഞ്ഞ് ഞാൻ നിർത്തി. ബട്ട് മൈൻഡ്ഫുൾനെസ് റൈറ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ മൈൻഡ്ഫുൾനെസ് ടോക്സ് അബൌട്ട് ഓൺലി 7 വേർഡ്സ്. ഔട്ട് ഓഫ് ദാറ്റ് അവെയർ ആൻഡ് അറ്റൻഡ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസന്റ് സ്ഥിതി എന്താണ്. പ്രസന്റ് സ്ഥിതി എന്ന് പറഞ്ഞാൽ എൻ്റെ എമോഷണൽ സ്റ്റേറ്റ് എന്താണ്, ആർ എൻ്റെ എമോഷണൽ സ്റ്റേറ്റിനെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്ന ഒരു സാധനമാണ് തോട്ട് പ്രോസസ്. അപ്പോൾ ആ തോട്ടിനും എമോഷനും കറക്റ്റായിട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്താൽ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലോട്ട് എത്തിച്ചെല്ലാൻ എളുപ്പമാണ്. ആർ എൽസ് യു ആർ ബൈ ഡിഫോൾട്ട് ഓൺ മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ്സിനകത്ത് പല മെഡിറ്റേഷൻസ് പറയാറുണ്ട്. ഞങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻസ് പറയുന്നുണ്ട്. ആ മെഡിറ്റേഷൻസ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. ഈ മെഡിറ്റേഷൻ മൈൻഡ്ഫുള്ളി പറയുന്ന മെഡിറ്റേഷനും ഞാൻ ഒരു 4 days ബാക്ക് എൻ്റെ ഓഫീസിൽ ഒരു ശരിക്കും മെഡിറ്റേഷൻ രാവിലെ 3 മണിക്ക് ഉണർന്നു. അദ്ദേഹം പറഞ്ഞു തന്നതാണ്. ഈ നാഴിക എന്ന് പറഞ്ഞാൽ 8 ഈച്ചാണ് ഉള്ളത്. അപ്പം 8ന്റെ ഡിവിഷൻസ് ആണ് ഉള്ളത്, 9കളുടെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം 3 മണി തൊട്ട് 9 മിനിറ്റ് മാത്രമേ ആ ബ്രഹ്മ മുഹൂർത്തം എന്ന് ഒരു സമയം നിൽക്കാറുള്ളൂ. ആ സമയത്ത് 0 ബാലൻസിലോട്ട് വരും. You will not get weight on your breathing in, you will not get weight, means inhaled weight exhaled weight പുള്ളിയുടെ തിയറിയാണ്. എക്സൈലിന്റെ വെയിറ്റ് സമമായിട്ട് നിൽക്കുമ്പോൾ ത്രാസ്, പണ്ടത്തെ ഈ മാനുവൽ ത്രാസിൽ ആ സൂചി നടുക്ക് നിൽക്കുന്നത് പോലെ നിൽക്കുന്നതാണ്. ആ പൊസിഷൻ എത്തുന്നത് നോട്ട് ഈസിയർ. അപ്പം അങ്ങനെ വരുമ്പോൾ എത്ര മണിക്കൂർ വേണമെങ്കിലും ബ്രീത്ത് ഇന്നോ എക്സൈലോ ചെയ്യാതെ നിൽക്കാം. അതാണ് ഹിസ് തിയറി വാസ്. I tried to debate with him. Finally, I said that, okay, you are having a different and a fantastic theory എന്ന് പറഞ്ഞ് നിർത്തി. But അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, when I say that meditation, I should say that mindful meditation. Mindful meditation എന്ന് പറയുന്ന ഒരു വാക്ക്, meditation in mindfulness area is defined as simple. You are having that particular state of mind of awareness and you are attending to that. Full and full you are attending that. ഇത്രയേ ഉള്ളൂ. That is so called meditation and mindfulness. But is it that easier without deviation? Can you do that? Yes, if you do that, you are on a meditative condition. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്ന വാക്ക് അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള വാക്ക്, ഞാൻ മനസ്സിലാക്കിയ വാക്ക് എന്ന് പറഞ്ഞാൽ, you can do meditation while you are traveling in the bus. While you are standing and traveling in the bus, you can do meditation. While you are going to toilet, you can do meditation. While you are eating, you can do meditation. While you are bathing, you can do meditation. While you are driving a car, you can do meditation. While you are cycling, you can do meditation. Anything and everything. While you are doing conjugation, you can do meditation. But meditation is nothing but you should be aware. ഈ അവെയർ എന്ന് പറയുന്നത് ചെറിയ AWARE എന്ന് പറയുന്നത് നമ്മൾ വെറും 4-5 അക്ഷരങ്ങൾ കൊണ്ട് ചേരുവാണെങ്കിലും ആ അവെയറിന് ഒരുപാട് വാല്യൂസ് ഉണ്ട്. വെൻ യു ഗോ ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ, അവെയറിന്റെ അർത്ഥം തന്നെ മാറി 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 വരും. 5ാം ക്ലാസ്സിന്റെ അവെയറും 10ാം ക്ലാസ്സിന്റെ അവെയറും ഡിഗ്രിയുടെ അവെയറും MPhilന്റെ അവെയറും അല്ലെങ്കിൽ PGയുടെ അവെയറും MPhilന്റെ അവെയറും ഡോക്ടറേറ്റിന്റെയും പോസ്റ്റ് ഡോക്ടറേറ്റിനും അവെയർ becomes different, because simultaneously you also grow and try to, means you are also getting elevated to the awareness condition. അങ്ങനെ ഒരു ലാസ്റ്റ് അവയർനെസ്സിനാണ് എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞത്. ബുദ്ധൻ എൻലൈറ്റ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he became aware of his own condition. He started attending it.
അതിനാണ് നമുക്ക് എന്ത് വാക്ക് പറയണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകാതെ എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളെല്ലാവരും എൻലൈറ്റ്മെന്റിലോട്ട് എത്തണോ? വേണ്ട, നോട്ട് റിക്വയർഡ്. ബട്ട് വാട്ട് യു ഡു, നമ്മൾ എന്ത് ചെയ്യുന്നോ എങ്ങനെ ചെയ്യുന്നോ അത് ദയവായിട്ട് അവെയർ ആയിരിക്കുക. എന്ത് അവെയർ ആയിരിക്കണം? വാട്ട് ഈസ് യുവർ എമോഷണൽ സ്റ്റേറ്റ്? അവിടെ മാത്രം നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ നമ്മൾ അവെയർ ആകാൻ കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എമോഷനെ കുറിച്ച് ടച്ച് ചെയ്യാന്ന് വെച്ചത്. ദെൻ വാട്ട് ഈസ് എമോഷൻ എന്ന് ചോദിച്ചാൽ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് എ മൈൻഡ്. അപ്പം അത് എങ്ങനെ ആകും എന്ന് പറഞ്ഞാൽ നമ്മളെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ചെയ്ത് തരും. എന്ത് ട്രിഗർ ചെയ്യും? നമ്മളെ ഓരോരോ ലെവലിലോട്ട് മാറ്റാം. വെദർ ഹാപ്പിനെസ് ആർ ഫിയർ ആർ സാഡ്നെസ് ആർ സർപ്രൈസ് ആർ ഡിസ്കസ് എന്ന് പറഞ്ഞ ഒരു 7 ബേസിക് എമോഷൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, സാഡ്നെസ്, ആങ്കർ, ഫിയർ, സർപ്രൈസ് ആൻഡ് ഡിസ്ഗസ്റ്റ്. ഇത്രയേ ഉള്ളൂ, വെരി ബേസിക്. അവിടെ നിന്ന് 27 എമോഷൻസ് ആണ് ഫർദർ ഡിഫൈൻ ചെയ്യുന്നത്. ഈ 27 എമോഷൻസും റൈറ്റ്ലി മനസ്സിലാക്കിയാൽ നമ്മൾ ഈ 27 എവിടെയാണ് നിൽക്കുന്നത് അത് മനസ്സിലാക്കുവാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 100 രൂപ ഞാൻ കടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 100 രൂപ സമ്പാദ്യം ചെയ്താൽ ആ 100 രൂപ വേറൊരാൾക്ക് കൊടുത്താൽ ഐ നള്ളിഫൈ മൈ നെഗറ്റീവ്നെസ് ആൻഡ് ബിക്കം 0. ഞാൻ 1000 രൂപ കടക്കാരനാണെങ്കിൽ 1000 രൂപ എവിടെ നിന്ന് ഒപ്പിച്ച് അല്ലെ സമ്പാദ്യം ചെയ്ത് 1000 രൂപ കൊടുക്കേണ്ട ആൾക്കെല്ലാം കൊടുത്താൽ ഞാൻ ഒരു കടബാധ്യത ഇല്ലാത്ത നോർമലാണ്. ഇങ്ങനത്തെ ലെവലിൽ ഇതേപോലെ എമോഷനിൽ നമ്മൾ എവിടെയാണ് ഡീവിയേഷൻ ആയിരിക്കുന്നത് ആ എമോഷണൽ സ്റ്റേറ്റിനെ നല്ലിഫൈ ചെയ്ത് കാംനെസ്സിലോട്ടോ അല്ലെങ്കിൽ 0 എമോഷണൽ സ്റ്റേറ്റിലോട്ടോ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഈ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് റെസിലിയന്റ് മോഡ്. ഈ റെസിലിയന്റ് മോഡിലോട്ട് വരണമെങ്കിൽ വി ഷുഡ് നോട്ട് ബി എമോഷണലി ചാർജ്. അപ്പൊ എമോഷണലി ചാർജ്ഡ് ഇരിക്കുന്ന ഒരാള് ഇരിക്കാൻ പറ്റും. അത് ഇരിക്കുന്ന ആളിനെ ഒരു തേർഡ് പാർട്ടി എങ്ങനെ അനലൈസ് ചെയ്യുവോ, തേർഡ് പാർട്ടി ഇപ്പൊ ഇളങ്കോ അടിച്ചു പൊടിച്ചു ഭയങ്കരമായിട്ട് ഇപ്പം മിനിഞ്ഞാന്ന് തന്നെ ഒരു ബാംഗ്ലൂരിലെ ഒരു IAF വിംഗ് കമാൻഡർ കുറെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഇങ്ങേരെയും അറസ്റ്റ് ചെയ്ത് എത്ര പേര് വായിച്ചിരുന്നോ എന്ന് അറിഞ്ഞൂടാ. ഞങ്ങളുടെ സർക്കിളിലൊക്കെ ഒരുപാട് അത് സർക്കുലേറ്റ് ചെയ്യുമായിരുന്നു. ഹി ഹാസ് ഗോൺ അലോങ് വിത്ത് ദ വൈഫ് ടു ഓൺ ദ റോഡ് സംവെയർ. അപ്പം 2 പേര് ബൈക്കിലുള്ളവന്മാർ ആ ലേഡീനെ ടീസ് ചെയ്തപ്പം ഇങ്ങനെ കുറെ അപ്പോസ് ചെയ്ത് കാറിലിരുന്ന് നേരെ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു അയാൾ ഒരു മറ്റേ ഗുസ്തി ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ ഫുഡ് സ്റ്റെപ്സ് കാണുമ്പോൾ മൈ പേഴ്സണൽ ഫീലിംഗ് അതിനാൽ ഇങ്ങനെയാണ് സ്റ്റെപ്പുകൾ വെച്ചത്. നേരെ അല്ല, ഫാസ്റ്ററായിട്ട് നമ്മൾ നോർമലി നടക്കുന്ന പോലെ ഒരു ഇടി കൊടുക്കും, പിന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച്, പിന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച് ലാസ്റ്റിൽ അവന്മാരെ സ്മാഷ് ചെയ്തിട്ടുണ്ട് ശരിക്കും. അപ്പം ഫൈനലി വീഡിയോ ക്ലിപ്സ് ഒക്കെ വന്ന് ഇങ്ങനെയും അറസ്റ്റ് ചെയ്താലും however he has immunity, therefore he has been given to Indian police എന്നാണ് എല്ലാം വായിച്ചത്. കേസ് അങ്ങേർക്ക് അഗേൻസ്റ്റ് ഫയൽ ചെയ്തതെന്ന്. അപ്പം അങ്ങനത്തെ ചാർജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണികളായിട്ട് നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ ഒബ്സർവ് ചെയ്യും, എന്തൊക്കെ പറയും? യെസ്, ഹൗ ഹി വാസ്. ഇത്രയും കണ്ടീഷൻ എനിക്ക് എന്നെ കുറിച്ച് പറയാൻ പറ്റുവാണെങ്കിൽ ഐ ആം റീച്ചിങ് ടു മൈൻഡ്ഫുൾനെസ്. ഇതാണ് വെരി ബേസിക് റിക്വയർമെന്റ്. ഇതിപ്പോ നമ്മുടെ ആന്റണി പുത്തൻപുരയ്ക്കൽ സാർ ഇത്രയും പോയിരുന്നല്ലോ. എന്നിട്ട് ഐ ഓൾവേസ് പ്ലേ ഓൺ ദ ബേസിക് ഗ്രൗണ്ട്സ്. ബേസിക് ഗ്രൗണ്ടിൽ എങ്ങനെയാണ് അല്ല സാർ, റോയ് സാർ ഇതല്ലേ മെയിൻ പോയിന്റ് സാർ? അതെ. അപ്പോൾ ഇങ്ങനെ ഈ മൈൻഡ്ഫുൾന്റെ സിറ്റുവേഷൻ വരാൻ ക്വയറ്റ് പ്ലേസ്, കൺവീനിയന്റ് ടൈം, കംഫർട്ടബിൾ പ്ലേസ്, നമ്മുടെ വേഷം വരെ ശ്രദ്ധിക്കണം എന്നാ പറയുന്നത് ആ ടൈമിന്. അതെ സാർ, അതെ. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഏത് സിറ്റുവേഷനിലും നമ്മൾ എത്താൻ വേണ്ടിയാണ് നമ്മൾ ഡെയിലി റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗാചാര്യന്മാർ ഈ ഡെയിലി രാവിലെ അല്ലെങ്കിൽ ഡെയിലി വൈകിട്ട് യോഗ ചെയ്ത് വരുമ്പോൾ
അങ്ങേറെ ഒരാൾ തറയിൽ പിടിച്ച് തള്ളുവാണെങ്കിലും മേ ബി 50+ or 60+, അയാളുടെ ബോഡി ഫ്ലെക്സിബിൾ ആകുമ്പോൾ തറയിലിരുന്ന് തള്ളുമ്പോൾ പുള്ളിക്കാരൻ ചെന്ന് നേരെ കൈ ഊന്നി അങ്ങപ്പുറത്ത് കാല് മാറ്റി വെച്ച് ബോഡി ഡാമേജ് ആകാത്ത സ്റ്റേജിൽ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് നമ്മുടെ ജിംനാസ്റ്റിസം ചെയ്യുന്ന അല്ലെങ്കിൽ സ്പോർട്സ്മെൻ എല്ലാം. അവരുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി, ബോഡി അത്രയും ഫ്ലെക്സിബിളായിട്ട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വെരി അഡ്ജസ്റ്റബിൾ ആയിട്ട് വയ്ക്കുമ്പോൾ ബൈ ഡിഫാൾട്ട് വേറൊരു അക്കേഷൻ വരുമ്പോൾ അവർ അതേപോലെ അഡാപ്റ്റ് ചെയ്യും. ഇതേ തന്നെയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. വെദർ ഇറ്റ് ഈസ് റിലീജിയസ് വാട്ട് യു കോൾ ദാറ്റ് പ്രേയേഴ്സ് ഓർ എനിത്തിങ്, നമ്മൾ റെഗുലറായിട്ട് ചെയ്ത് വരുമ്പോൾ എന്ത് ദുഃഖം, എന്ത് വിഷമം, എന്ത് ഇത് വന്നാലും ഈ 4 ശ്ലോകം പറഞ്ഞാൽ മതി, 4 വാചകം പറഞ്ഞാൽ മതി. ആ സമയത്ത് നിന്നെ ആ പർട്ടിക്കുലർ ദൈവം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഗാഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇയർ നിന്നെ സഹായിക്കും എന്ന് നമുക്ക് ഒരു പ്രീസെറ്റ് മൈൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും എത്തുന്നത് ആൽമോസ്റ്റ് ഒരു മൈനർ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്. അതിന് അവർ മെഡിറ്റേറ്റീവ് എന്ന് പറയുന്നില്ല. അതാണ് മൈൻഡ്ഫുൾനെസ്സിന് തിക് നാട്ട് ഹാൻ ഹാസ് സ്റ്റാർട്ടഡ് സേയിങ് ദാറ്റ് മൈൻഡ്ഫുൾനെസ്. അപ്പം സാറ് നമുക്കിന്ന് ബുക്ക് ഡേ ആയതുകൊണ്ട് കുറേ ബുക്കിനെ കുറിച്ച് പറയാൻ പറഞ്ഞിരുന്നു. ഐ ഷാൽ ഷോ ദാറ്റ് ഒരു സെക്കൻഡ് കുറേ ബുക്കുകൾ ഏതൊക്കെ ഉണ്ടെന്ന്. അപ്പം അതിനെ കൂടെ നമുക്ക് പോകാം. ഞാനൊരു ബുക്കുകൾ ഇത് ചെയ്യാം, ഷെയർ ചെയ്യാം. യു ക്യാൻ സീ ദാറ്റ് സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. ഓക്കെ, ഒരു ബുക്ക് പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ് 75 എസെൻഷ്യൽ മെഡിറ്റേഷൻസ്. ഇതൊരു നല്ലൊരു ബുക്കാണ്, മാത്യു സ്റ്റോളിൻ്റെ. അതല്ലാതെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ഓക്കെ, മൈൻഡ്ഫുൾനെസ് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സ്ട്രെസ്, എത്ര ആങ്സൈറ്റി, എന്തൊക്കെ ചെയ്തു, എങ്ങനെ വരുന്നു, അപ്പം അതിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ, ആ റൈറ്റിംഗ് എന്തിനാണെന്ന് പറഞ്ഞാൽ വർക്ക് ബുക്കായിട്ട് ചെയ്യുന്നത്. പല സമയങ്ങളിലും എനിക്ക് ഇന്ന് വിഷമം വന്നിരുന്നു എന്ന് ഞാൻ എഴുതുവാണെങ്കിൽ എത്ര പ്രാവശ്യം വിഷമം വന്നിരുന്നു, എത്ര പ്രാവശ്യം ദേഷ്യം വന്നിരുന്നു, എത്ര പ്രാവശ്യം ഞാൻ അപ്സെറ്റ് ആയിരുന്നു എന്ന് ഓരോന്നും എഴുതുവാണെങ്കിൽ നമ്മൾ വി വിൽ ട്രൈ ടു കറക്റ്റ് അവർ സെൽഫ്. ഓക്കെ, ഇത് ഒരു നല്ലൊരു ബുക്കാണ്, മൈൻഡ്ഫുൾനെസ് ഫോർ ദ ബിഗിനേഴ്സ്. ഇത് ആക്ച്വലി ഈ ബുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇതിനകത്ത് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് കുറേയൊക്കെ എക്സ്ട്രാ പറയുന്നുണ്ട്. മാസ്റ്റർ യുവർ എമോഷൻസ്, ദെൻ സ്റ്റോപ്പ് വറിയിങ്. വിഷ്വൽസ് വരുന്നില്ല കേട്ടോ. യെസ് സാർ, വിഷ്വൽസ് കാണാൻ പറ്റുന്നില്ല. തന്നെ സാർ. നല്ല റോയ് സാറെ കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. ഇങ്ങനെ കുറേ ഹൗ ടു സ്റ്റോപ്പ് ബീങ് ടോക്സിക്, ഹൗ ടു സ്റ്റോപ്പ് ബീങ് വറിയിങ് എന്ന് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറേ ബുക്കുകളുണ്ട്. ഈ ബുക്കുകളെല്ലാം ചെറിയ ഇതിലാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതിന് പല തരത്തിലാണ്. പല ആൾക്കാർ ഇതാ മാസ്റ്റർ യുവർ എമോഷൻസ്. ഈ ബുക്ക് വെറും 189 രൂപയുടെ ഉള്ളൂ. ഈ എമോഷൻസിനെ സാർ നോക്കുവാണെങ്കിൽ ഈ എമോഷണൽ ഏരിയ ആണ് ഞാൻ ഐ വാസ് ട്രൈങ് ടു ടേക്ക് എ പ്രാക്ടിക്കൽ ഡേ ടു ഓവർകം നെഗറ്റിവിറ്റി ആൻഡ് ബെറ്റർ മാനേജ് യുവർ ഫീലിങ്സ്. ഇതാണ് ആ ബുക്കിൻ്റെ ഒരു തിങ്കിങ്. അപ്പോൾ ഈ ഇങ്ങനെ കുറേ ബുക്കുകളുണ്ട്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു ടോപ്പിക് ആണോ എന്ന് ചോദിച്ചാൽ ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ദേഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ് ആക്ച്വലി മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് ഇസ് നത്തിങ് ബട്ട് ബീയിങ് ഇൻ ദ ബീയിങ് മോഡ്. അത് കുറച്ചുകൂടെ പറഞ്ഞാൽ there are 2 modes. One is doing mode, one is being mode. ഈ ഡൂയിങ് മോഡ് എന്ന് പറഞ്ഞാൽ എന്നെ ക്ലാസ് എടുക്കാൻ സാറ് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ കുറേ ഈ ഒരു ലെക്ചർ അല്ലെങ്കിൽ സാറേ ഒരു മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ സാർ ഒന്ന് ഹാൻഡിൽ ചെയ്യുമോ എന്ന് പറഞ്ഞാൽ ഞാൻ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് എന്തൊക്കെയോ എന്ന് പറയുന്നു. ഇടയ്ക്ക് ഒരാൾ വരുന്നതിന് ചോദ്യങ്ങളിന് ഉത്തരം പറയുന്നു, ഇവിടെ എനിക്ക് ചായ തന്നപ്പം ചായ കുടിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് സോ കാൾഡ് ഡൂയിങ് മോഡ്. എനിക്ക് സാബു സാർ തന്ന ഒരു ഇൻസ്ട്രക്ഷനെ ഞാൻ അഡ്ഹർ ചെയ്യുകയാണ്, അത്രയേ ഉള്ളൂ. ബട്ട് വെൻ ഐ ബിക്കം ബീയിങ് മോഡ്, എന്നെ അറിയാതെ എൻ്റെ ബോഡി, അതാണ് ഈ പല സ്ഥലങ്ങളിലും ഡാൻസ്
4 പേര് കളിച്ചോണ്ടിരിക്കുമ്പോൾ 5-മത്തെ ആള് കസേരയിലിരുന്ന് എഴുന്നേച്ച് ചെന്ന് പതുക്കെ ഇങ്ങനെ ബോഡിയൊക്കെ കുലുക്കി അനക്കിയും പിന്നെ അവരും ഡാൻസിന് ഇടയ്ക്ക് കയറുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ഹീ ബിക്കംസ് എ ബീയിങ് മോഡ്. ബട്ട് ബീയിങ് മോഡ് എലോൺ ഇരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. You have to periodically switch over from being mode to doing mode to being mode. എന്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബീയിങ് മോഡിലോട്ട് മാത്രം ഇരുന്നാൽ നമ്മൾ എന്താ സമകാല ഭേദമോ അതെന്ത് പറയും സർ, അതെല്ലാം മറന്നു പോകും. നമ്മുടെ എൻവയോൺമെന്റും നമ്മുടെ സിറ്റുവേഷനും എല്ലാം മറന്നു പോയാൽ പിന്നെ നമ്മൾ എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകത്തില്ല. അപ്പം അതിൻ്റെ ആവശ്യമുണ്ട്. We have to be periodically switch over to being mode to doing mode to being mode. അപ്പം നമ്മൾ പല സമയങ്ങളിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം. 1-2 മിനിറ്റ് അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ഗ്യാപ്പിന് നമ്മൾ മാറുകയും ചെയ്യണം. അതല്ല നമ്മളെ എല്ലാവരും വിളിക്കും ഇവൻ ഒരു പൊട്ടനാണ്, എന്നിട്ട് എന്ത് പണി കൊടുത്താലും കഴുത പോലെ ചെയ്തുകൊണ്ടിരിക്കും, അവൻ പറഞ്ഞതെല്ലാം അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ സൊസൈറ്റിയിൽ അഡോപ്റ്റബിൾ ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കോൺഷ്യസ്ലി ട്രൂത്ത്ഫുള്ളി വിത്ത് അവയർനെസ് അറ്റൻഡ് ചെയ്യണം. ബട്ട് പെർമനന്റ് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ സൊസൈറ്റി മേ നോട്ട് അക്സെപ്റ്റ് ആസ് എ നോർമൽ പേഴ്സൺ. അതുകൊണ്ട് ആസ് ഫാർ ആസ് പോസിബിൾ എന്നാണ് മൈൻഡ്ഫുൾനെസ്സിനകത്ത് പറയുമ്പോൾ 110% രാവിലെ ഒരു 4 മണിക്കോ 5 മണിക്കോ നീ ഉണർന്നു കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ കിടക്കുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ യു ബി ഇൻ മൈൻഡ്ഫുൾനെസ് ഒരു സ്ഥലത്തും പറയുന്നില്ല. ഈവൻ ആഹാരം കഴിക്കുന്നതിൽ പോലും അവർ പറഞ്ഞു തരുന്നത് try to have 3/4 of your food with mindfulness, with full attention and awareness, but of some portion you may skip. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾ ചില സമയങ്ങൾ, അല്ലെങ്കിൽ ഞാൻ താഴെ കുനിഞ്ഞ് ഈ ആഹാരം നോക്കി അരിയിനെ നോക്കി ഇങ്ങനെ രുചിച്ച് സുവിച്ച് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ സൈഡിൽ കൂടെ പാമ്പ് പോയാലും ഞാൻ കാണത്തില്ല. അങ്ങനത്തെ കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ചിലപ്പോൾ വെള്ളം കൊണ്ടുവരുന്ന വെള്ളം വേണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചെവിയിൽ കേൾക്കുകയില്ല. അങ്ങനൊക്കെ ആകാതിരിക്കാൻ ആക്ച്വൽ മെഡിറ്റേഷനിലുള്ളവർക്ക് സൈഡിലുള്ള സൗണ്ട്സ് കേൾക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മൈൻഡ്ഫുൾനെസ്സിനകത്തുള്ള ആൾക്കാർക്ക് സൈഡിൽ വേറൊരാളുടെ ഡിസ്റ്റർബൻസ് എല്ലാം കേൾക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുകയാണ്. Normally when we do our meditation, we try to regulate our emotion, we try to regulate our thought, we try to breathe in and out on a regular space. Then we try to get awareness of our body, limbs and parts. And the fifth one is about environment. പുറത്തുള്ള ശബ്ദങ്ങൾ, ദൂരത്തിരുന്ന് ഓരോരോ ശബ്ദത്തിനും നമ്മൾ നോട്ടീസ് ചെയ്യിപ്പിക്കും. ഈ നോട്ടീസ് ചെയ്യിപ്പിക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പീരിയോഡിക്കലി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ when you are put into different emotional condition, നീ എങ്ങനെ റെസിലിയൻ്റ് ആകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യോഗാചരണ ആരെ പോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് പോലെ ഇവിടെയും പ്രാക്ടീസ് ചെയ്താൽ വി മേ നോട്ട് fall ട്രാപ്പ് ഇൻ ദാറ്റ് കണ്ടീഷൻ. എമോഷണലി നമ്മൾ ട്രാപ്പ് ആകുമ്പോഴാണ് പല പ്രശ്നങ്ങൾ വരുന്നത്. ബട്ട് എമോഷണലി ട്രാപ്പ് ആകുന്നില്ലെങ്കിൽ we always live in a happy state. We live in very, very fascinating level. അപ്പോൾ ഇതിനകത്ത് 27 എമോഷൻസ് ഞാൻ വായിച്ചത് എന്തൊക്കെ പറയുന്നെന്ന് പറഞ്ഞാൽ എമോഷൻ ഹ്യൂമൻ ബീയിങ്സ് എന്നല്ല പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് അല്ല, ഹ്യൂമൻ ഡൂയിങ്സ് അല്ല, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. റൈറ്റ് സാർ, വെരി താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ സാർ. നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ്സ് ആണ്, ഹ്യൂമൻ ഡൂയിങ്സ് അല്ല എന്ന്. അപ്പം വി ആർ ഇൻ നോർമലി അഡ്രസ്ഡ് ആസ് വി ആർ ഓൾവേസ് ലിവിങ് ഇൻ ദ ബീയിങ് മോഡ്. അതുകൊണ്ട് ഹ്യൂമൻ ബീയിങ്സ് ആയി. താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ ചിന്തിക്കാത്ത ഏരിയയിൽ സാർ ഒന്ന് ചിന്തിപ്പിച്ച് തന്നതിന്. I have also one small doubt. സാർ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് സാറ് വേറെ ആരോ പറഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മൈൻഡ്ലെസ് എന്ന കാര്യം സാറ് മുമ്പേ സംസാരിച്ചിരുന്നല്ലോ.
ഈ അതെ. മൈൻഡ്ലെസ്നെസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടോ ഇളങ്കോ സാറേ? അവർ മൈൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഇല്ലാത്ത ഒരു അവസ്ഥയാണല്ലോ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത മൈൻഡ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു മീ നമുക്ക് മൈൻഡ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ ഇളങ്കോ സാർ? ഐ ഡോണ്ട് നോ, ഐ എം ആസ്കിങ് യു. ഇല്ല, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ആൾസോ സപ്പോർട്ട് യു സ്റ്റേറ്റിംഗ് ദാറ്റ് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇല്ല എന്ന്. പക്ഷെ അവിടെ ഒരു ചെറിയ ഈ ജഡ്ജ്മെന്റ് കോടതിയിൽ ചെല്ലുമ്പോൾ ജഡ്ജസ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിക്കറ്റിൽ നോക്കുമ്പോൾ എപ്പോഴും ബാറ്റ്സ്മാൻ ആണ് കൊടുക്കുന്നത്, ബൗളറിനല്ല. അതേപോലെ മൈൻഡ് ലെസ് എന്ന് പറയുന്നതിന് ആ ലെസ് LESS എന്ന് പറയുന്നത് മോറിന്റെ ഓപ്പോസിറ്റ് ഉള്ള ലെസ് ആയിട്ട് എടുത്തോളുക സാർ. ചിലരൊക്കെ പറയാറുണ്ട് എന്റെ മനസ്സിൽ വലിയ ശൂന്യമാണ്. കാര്യം അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ ഇളങ്ക സാർ? ഈ ചിന്തകളല്ലേ നമ്മുടെ മനസ്സെന്ന് പറയാം. വാട്ട് ഈസ് അക്കോർഡിംഗ് ടു സാറിനൊക്കെ കേട്ടതിന് ശേഷം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ് ദ മൈൻഡ് ഈസ് ഓൺലി അവർ തോട്ട്സ്, റൈറ്റ്? ഇല്ലെങ്കിൽ അപ്പൊ അങ്ങനത്തെ മനുഷ്യരുണ്ടോ? ഇല്ല സാർ, അങ്ങനല്ല. സംശയം അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ശൂന്യത എന്ന് പറയുന്നത് ഒരു അഡ്വെർബിയൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ മതി. അത് ആക്ച്വലി വെർബ് അല്ല. സാറേ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഒരു പ്രശ്നത്തിന് മുമ്പിൽ ഒരു പരിഹാരമായിട്ട് നമ്മുടെ മനസ്സിലൊന്നുമില്ല എന്ന് പറയുമ്പോൾ മനസ്സ് ശൂന്യമാണെന്ന് പറയാമല്ലോ. അതാണ് നമ്മൾ അങ്ങനത്തെ ഒരു എക്സ്ട്രാ. ഇപ്പൊ ഞാൻ സാറിന് ഒരു ആൻസർ തന്നില്ലേ, മൈൻഡ്ഫുൾ മൈൻഡ്ലെസ്. മൈൻഡ്ലെസ് എന്ന് പറയുന്നത് അങ്ങനെ മൈൻഡ് ഇല്ലാത്ത ഒരു കണ്ടീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഐ ഹാവ് ബ്രോട്ട് സം അതർ എക്സാമ്പിൾ ദാറ്റ് മോറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെസ് എടുത്താൽ പോരെ, മൈൻഡ് കുറഞ്ഞതെന്ന്. അതേപോലെ ഈ ശൂന്യത എന്ന് പറയുന്നതും യഥാർത്ഥ വാക്യൂം അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ആൽമോസ്റ്റ് ഞാൻ ഡ്രെയിൻ ഔട്ട് ആകുന്നതാണോ എന്നൊരു സംശയം. എൻ്റെ ഏരിയയിൽ ഞാൻ ഡ്രെയിൻ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ശൂന്യത എന്ന് പറഞ്ഞാൽ എനിക്ക് സപ്പോർട്ടിങ് എനർജി അകത്തിരുന്ന് കിട്ടുന്നില്ല എന്ന്. അതാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ നോക്കിയത്. 2% ഓഫ് അവർ ബ്രെയിൻ ഈസ് കൺസ്യൂമിങ് 20% ഓഫ് ഹ്യൂമൻ എനർജി. സാർ അതൊക്കെ ഓർക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. യെസ്, 2% ഓഫ് ബോഡി മീൻസ് ബോഡി വെയ്റ്റിന്റെ 2% മാത്രമുള്ള ഒരു ബ്രെയിനിന് എങ്ങനെ 20% എനർജി കൺസ്യൂം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇതാണ് മാറ്റർ. അറിയാൽ 20% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ ന്യൂറൽ പാത്വേ ഡിഫൈനിങ്ങും ന്യൂറൽ നെറ്റ്വർക്സിന്റെ ന്യൂറൽ ഫയറിങ്ങിനുമാണ് കൂടുതൽ എനർജി ആവശ്യം വരുന്നത്. അതാണ് ഇറ്റ് ബിക്കംസ് 20%. ബാക്കിയുള്ള സൈക്കോമോട്ടർ ആക്ടിവിറ്റിയാണ്. മീൻസ് എൻ്റെ കൈ പൊക്കാൻ പറഞ്ഞാൽ പൊക്കുന്നു, ഒരു വെയിറ്റ് എടുക്കാൻ പറഞ്ഞാൽ എടുക്കുന്നു, കാല് മുമ്പോട്ട് പോകുന്നു, അല്ലെങ്കിൽ ചരിച്ചു വയ്ക്കാൻ ചരിഞ്ഞ് വയ്ക്കുന്നു, അല്ലെങ്കിൽ കാല് അകർത്തി വയ്ക്കാൻ പറഞ്ഞാൽ അകർത്തി വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ ബാക്കിയുള്ള എനർജി പോകുമായിരിക്കും. അതൊക്കെ ഇറ്റ് ടേൺസ് ടു ബി മെക്കാനിക്കൽ എനർജി. ഇവിടെ ഇറ്റ് ടേൺസ് ടു ബി ഇലക്ട്രിക്കൽ എനർജി. ഇതാണ് ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് മാറുമ്പോഴാണ് കൂടുതൽ കൺസംഷൻ വരുന്നത്. നമ്മുടെ ഇപ്പോൾ ഹ്യൂമൻ ലിവിങ്ങിന് എല്ലാം ഇലക്ട്രിക്കൽ എനർജീസ് ബീൻ കൺവേർട്ടഡ് ടു സം അതർ എനർജീസ് അല്ലേ. ഏതർ AC ആർ ലൈറ്റ് ആർ എനിത്തിങ്. ഇപ്പം ചായ ഉണ്ടാക്കാൻ പോലും ഇങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അടുപ്പിൽ വയ്ക്കും. ഇപ്പം ഒന്നുമല്ല, എന്താ ആ തെർമോസ്റ്റാറ്റിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കയ്യിലോട്ട് വരുന്നു. എല്ലാം ഒരു പർട്ടിക്കുലർ ആണ്. ബട്ട് എനർജി ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഈ എമോഷനും ഫീലിങ്ങും ബേസിക്കലി ഒരു എനർജീസ് ആണ്. ഈ എനർജിയെ നമ്മൾ യൂസ്ഫുൾ മാനറിലോട്ട് കൊണ്ടു ചെല്ലുവാണെങ്കിൽ വെൻ ഇസ് ഇറ്റ് പോസിബിൾ? വെൻ യു ആർ ഇൻ എ ബാലൻസ്ഡ് സ്റ്റേറ്റ്. വെൻ യു ആർ ഇൻ എ കാം സ്റ്റേറ്റ് ആണ് നമ്മൾ ബാലൻസ് സ്റ്റേറ്റ് എന്ന് നോർമലി സ്ലാങ്ങിലോ അല്ലെങ്കിൽ കലോക്കിയലി പറയുന്നു. ഈസ് ഇറ്റ് റൈറ്റ്ലി ഈക്വലന്റ്? മേ നോട്ട് ബി. ബട്ട് കാം സ്റ്റേറ്റ് എന്ന് ഒരു സ്റ്റേറ്റ് ഉണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. ബട്ട് ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാordinary സർജിങ് ഓഫ് എമോഷൻസ് ഇല്ല, എക്സ്ട്രാordinary നെഗറ്റീവ് പുഷിങ്സ്, നെഗറ്റീവ് എനർജി ഇല്ല, നെഗറ്റീവ് എമോഷൻസ് ഇല്ല. അങ്ങനത്തെ ഒരു എമോഷണൽ സ്റ്റേറ്റ് ആണ് കാം സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് എൻ്റെ സാറ് പറഞ്ഞത് കടൽ തീരത്ത് ചെല്ലുമ്പോൾ അലകളെല്ലാം നല്ല ഹൈറ്റിലോട്ട് വരും. ബട്ട് വെൻ യു ഗോ ഇൻ ആൻഡ് ഇൻ ആൻഡ് ഇൻ, ഒരു 5 കിലോമീറ്ററിനകത്ത് ഷിപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കടൽ തിരകൾ ഒന്നുമില്ല, കടൽ ഓളങ്ങളില്ലാതെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ
you start to travel towards the deepest side of the sea. You reach to such a condition there you will not have too much of emotional disturbances, and you will not have negative thought and positive thought. You will have calmness. ആ കാം സ്റ്റേറ്റിലോട്ട് എത്തണമെങ്കിൽ നോർമലി പണ്ടത്തെ ഋഷികളെല്ലാം ചെയ്തത് ആൾക്കാരും മൃഗങ്ങളും വലിയ സഞ്ചാരങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് പോയി ഒരു മരത്തിൻ്റെ താഴെ ഇരുന്ന് അവർ ആ സ്റ്റേറ്റ് അച്ചീവ് ചെയ്ത് ആ എൻവയോൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടെ അവർ മെഡിറ്റേറ്റ് ചെയ്തതെന്നാണ് നമ്മളൊക്കെ വായിച്ചിട്ടുള്ളത്. ബട്ട് അതിൻ്റെ ആൾട്ടർനേറ്റീവ് സ്റ്റേറ്റ് ആയിട്ടാണ് മൈൻഡ്ഫുൾനെസ് വന്നിട്ടുള്ളത്. You cannot move out of the society. You have to be part and parcel of the society. Within part and parcel of the society, how can you regulate yourself? അത് പറഞ്ഞു തരാനാണ് ഈ എമോഷനും തോട്ടിനും ഒന്നുകൂടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് വാട്ട് ഈസ് എമോഷൻസ്. അപ്പം ഞാൻ 27 എമോഷൻസ് പറയാൻ ഉദ്ദേശിച്ചിരുന്നതിൽ ഞാൻ വായിച്ചതോളും ദാറ്റ് ഈസ് അഡ്മിറേഷൻ, അഡോറേഷൻ, അസ്തറ്റിക് അപ്രിസിയേഷൻ, അമ്യൂസ്മെന്റ്, ആങ്കർ, ആങ്സൈറ്റി, awareness, awkwardness, boredom, calmness, confusion, craving, disgust, emphatic pain, entrancement, excitement, fear, horror, interest, joy, nostalgia, relief, romance, sadness, satisfaction, sexual desire, and surprise. ഈ 27 എമോഷൻസ് നമ്മൾ വലിയ തോതിൽ അടിമപ്പെടാതെ, അല്ലെങ്കിൽ അതിന് നമ്മളെ കൈപിടിച്ച് വലിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഓടാതെ. ഞാൻ ഇന്ന് രാവിലെ ഒരാളുടെ അടുത്ത് പറയായിരുന്നു, ഡോണ്ട് ഗോ ബിയോണ്ട് 2 thoughts പെർ ഡേ എന്ന് പറഞ്ഞു. ഒരു കല്ലടിയനാണ്. ഹൗസ് ഇറ്റ് പോസിബിൾ സാർ? ശരി, ഞാൻ പറഞ്ഞു 2 പെഗ് ഒരായിക്കോട്ടെ, അതിന് കൂടുതൽ പോകരുത്. പറഞ്ഞ് വളരെ നന്ദി സാർ, പക്ഷെ ഒറ്റ കാര്യം, ഈ 2ാമത്തെ പെഗ് കുടിച്ച് തീരുമ്പോഴാണ് വന്നത് ഇതൊന്നുമല്ല, ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ എന്ന് തോന്നാറുള്ളൂ സാർ. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന്. അതാണ് ഈ എമോഷൻ്റെ സിറ്റുവേഷൻസ് നമ്മളെ കാണിച്ചു തരുന്നത്. സോ എമോഷന്റെ സിറ്റുവേഷൻസ് അപ്പൊ ഇൻടോക്സിക്കേഷനും ഈ ഇതിനകത്ത് ചേർക്കണ്ടേ സാറിന്റെ ലിസ്റ്റില്? അല്ല, ഇത് മറ്റേ ആളിന്റെ തീരെ വെച്ച് ഇൻടോക്സിക്കേഷനും ഒരു സ്റ്റിമുലി ആണല്ലോ അല്ലേ? വെരി ട്രൂ സർ, വെരി ട്രൂ. ഇൻടോക്സിക്കേഷൻ 100% ഒരു സ്റ്റിമുലിയാണ്. ഞാനത് ഇത് ഒന്ന് കാണിച്ചു തരാം. യുവർ സ്ക്രീനിങ് ഷെയറിങ്. സാറിന് എന്തെങ്കിലും വരുന്നുണ്ടോ? എൻ്റെ ഷെയറിംഗ് എന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും കാണുന്നില്ല. അല്ല, കാണാം സാർ, എല്ലാവർക്കും കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. റോയ് സാറിന് സംശയം പറഞ്ഞു. ഇപ്പോഴും റോയ് സാറിന് കാണാമായിരിക്കുമല്ലോ. സാറിന്റെ സ്ക്രീൻ ഇപ്പോഴും കിടപ്പുണ്ട്. കാണാം. ഓക്കെ. ഇനി ഞാൻ അതിനകത്ത് എമോഷൻസ് ആണ് ഞാൻ കൂടുതലും എടുത്തത്. ഇത് കട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഞാൻ സ്റ്റോപ്പ് ഷെയർ കൊടുത്ത് ഒന്നുകൂടെ തിരിച്ചു വരാം സാർ. അപ്പം കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കുമായിരുന്നു. ഓക്കെ. ഇതാണ് ഞാൻ ഒരു 27 എമോഷൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നത്. അത് വേണ്ട, അതിന് പകരം ഞാൻ വേറെ ഒന്നിട്ട് കയറാം. 17 simple way to control your worries. 17 simple ways to relieve your worry, stress and anxiety. ഇതെന്ന് പറഞ്ഞാൽ ഈ എമോഷനിലെ ഒരു മേജർ പാർട്ടാണ് വറി, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. അതിന് നമ്മൾ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ വി വിൽ ഹാവ് ഈസി എമോഷൻസ്. അപ്പോൾ ഗോ ഫോർ എ വാക്ക്. ഇതിന് വലിയ ഇതൊന്നുമല്ല. റെഗുലർ എക്സസൈസ് ക്യാൻ ഇംപ്രൂവ് യുവർ സ്ലീപ്പ് ക്വാളിറ്റി. എല്ലാ സ്ഥലത്തും സൈക്കോളജിക്കലി പറയുന്നത് ആഹാരം കഴിക്കുന്നുണ്ടോ ഇല്ലയോ, ബട്ട് ആർ യു റിയലി റീസെറ്റിംഗ് യുവർ മൈൻഡ്, റീസെറ്റിംഗ് യുവർ ബോഡി എന്നാണ് മെയിനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും സംസാരിക്കുന്നത്. അപ്പോൾ സ്ലീപ്പ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ബി അക്കൗണ്ടഡ് ഫോർ എന്നാണ് എപ്പോഴും മനസ്സിലാകുന്നത്. ദെൻ കൺസിഡർ സപ്ലിമെൻറ്റ്. ഇത് ഒരു ബോഡിക്ക്
ന്യൂട്രിയൻസ് നമ്മൾ ആവശ്യത്തിനാണ്. ഈ ലെമൺ ബാമിന്റെ മലയാളം എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ലെമൺ ബാം എന്ന് പറഞ്ഞാൽ ഒരു പനിക്കുറുക്ക പോലത്തെ ഒരു ഇലയാണ്. പനിക്കുറുക്ക അല്ല, അതിനെക്കാട്ടിലും നമ്മുടെ മിന്റ് ലീഫിന്റെ ഒരു തുല്യമായിട്ട് വരുന്ന ഒരു സാധനമാണ് അത്. കൂടുതലും ആൻസൈറ്റിന് നല്ല ഒരു റെമഡിയൽ ആക്ഷൻ എന്നാണ് പറയുന്നത് ലെമൺ ബാം. ഇത് തെലുങ്കിലും മീൻസ് കർണാടകയിലും ആന്ധ്രയിലും ഒരുപാട് ഈ ചെടി ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ കൂടുതൽ വായിച്ചപ്പോൾ. ഇപ്പോൾ ഒമേഗ 3 ഫാറ്റ് ആസിഡ്സ്, അശ്വഗന്ധ, ദെൻ വാലറിയൻ, കാവ എന്ന് പറഞ്ഞാൽ ഹെർബൽ റെമഡി യൂസ് ടു റിലീവ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ആൻഡ് ബൂസ്റ്റ് സ്ലീപ്പ്. ഇവിടെയും സ്ലീപ്പിലാണ് വരുന്നത്. സ്റ്റഡീസ് ഷോസ് ദാറ്റ് പ്ലാന്റ് എക്സ്ട്രാക്ട് ഹാസ് എ കാമിങ് ഈഫോറിക് എഫക്റ്റ്. ഈ സാധനങ്ങളാണ് കൂടുതൽ ആവശ്യമെന്നാണ്. വിറ്റാമിൻ ബി, ടർമറിക് വിത്ത് ബ്ലാക്ക് പെപ്പർ, പവർഫുൾനെസ്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തത് കണക്ട് വിത്ത് നേച്ചർ, വിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാണ്. ദെൻ അറോമ തെറപ്പി എന്ന് പറഞ്ഞാൽ ആ സ്മെല്ലിൻ്റെ ഇതെല്ലാം ഒന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓയിൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒന്നാണ്. അതിനകത്ത് ഇത് അറോമ എന്ന് പറഞ്ഞാൽ ലാവൻഡർ, റോസ്, വെറ്റിവേർ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരു വേറാണ്, മീൻസ് ഒരു റൂട്ടാണ്. മലയാളത്തിൽ വെറ്റിവേർ എന്ന് പറയില്ല, തമിഴിലാണ് വെറ്റിവേർ എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ അതേപോലെ ഇട്ടിരിക്കുകയാണ്. ബെർഗാമാറ്റ്, റോമൻ കാത്തമിൻ, നെറോളി, ഇങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് നാലാമത്തത് ജേർണലിങ്. ഈ ജേർണലിംഗ് ആണ് കുറച്ച് മുമ്പ് ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പറഞ്ഞു നമ്മൾ എപ്പോഴും റെക്കോർഡ് ചെയ്താൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എവിടെയൊക്കെ മിസ്റ്റേക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നത് മനസ്സിലായാൽ ഓട്ടോമാറ്റിക്കലി ഈവൻ നമ്മുടെ പൈസ കുറച്ച് എക്സ്ട്രാ ചിലവാകുവാണെങ്കിൽ എന്നും എത്ര രൂപ ചിലവായി, ഇന്ന് എത്ര രൂപ ചിലവായി, എന്തിനു വേണ്ടി ചിലവായി എന്ന് ഡെയിലി കണക്ക് എഴുതുവാണെങ്കിൽ ആഫ്റ്റർ എ മന്ത് ഇഫ് യു സീ ദാറ്റ് ഇത് ബാക്കിലോട്ട് റീഡ് ചെയ്താൽ പിന്നെ നമുക്കത് ഗുണം ചെയ്യും. നമ്മൾ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അത് തന്നെയാണ് ആൽമോസ്റ്റ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണലിന് ടേക്കിംഗ് ഔട്ട് ട്രാഷ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, സക്സസ് ജേർണൽ, റൈറ്റ് എ ലെറ്റർ യു വോണ്ട് സെൻഡ്. നമ്മൾ ലെറ്റർ എഴുതി അയക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ലെറ്ററുകളെല്ലാം എഴുതുകയാണെങ്കിൽ നമുക്ക് കുറേ സ്ട്രെസ്സും ഒരീനെസ്സും ആങ്സൈറ്റിയും കുറയുന്നതാണ്. ലിസൺ ടു സൂത്തിങ് മ്യൂസിക് ആൻഡ് ട്രൈ ടു സിങ്. പാടാൻ ശ്രമിക്കുക എപ്പോഴും. ദെൻ ലാഫ്റ്റർ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തെറാപ്പറ്റിക് ആക്ഷൻ ആണ്. ദെൻ കണക്ട് വിത്ത് ഫ്രണ്ട്സ്. അത് എൻവയോൺമെൻറ്റും ഫ്രണ്ട്സിന് കണക്ട് ചെയ്യുമ്പോൾ പിയർ ഗ്രൂപ്പിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് മൈൻഡ് ഷെയറിങ്ങിന് ഈസിയർ ആയിരിക്കും. ദെൻ ജസ്റ്റ് സേ നോ. എപ്പോൾ നോ പറയാൻ പറ്റുമോ അപ്പോഴെല്ലാം നോ പറയുക. പണ്ടത്തെ കാലത്ത് നോ പറയാൻ പാടില്ലെന്നാണ് എൽഡർലി പീപ്പിൾ, പ്രത്യേകിച്ച് ബേബി ബൂമേഴ്സിനൊക്കെ പഠിപ്പിച്ചത്. പക്ഷേ ഇപ്പം ജെൻസി ആൻഡ് ഫർദർ ആൽഫ എല്ലാം അവർ ഫസ്റ്റ് നോയാണ് പറയുന്നത്. എന്താ നോ പറയാൻ പഠിക്കണം എന്ന് പറഞ്ഞു നോ പറയുന്നത് നമ്മുടെ എക്സ്ട്രാordinary സ്ട്രെസ് വരത്തില്ല. എല്ലാത്തും നമ്മുടെ തലയിൽ കയറ്റിയിട്ടിട്ട് ഇല്ല ഞാൻ ചെയ്യാം ഓക്കെ ഇതും ചെയ്യുമോ ചെയ്യും, അതും ചെയ്യുമോ ചെയ്യാം. പക്ഷേ ഇവന് ആകെ 24 മണിക്കൂറേ ഉള്ളൂ, 2 കയ്യേ ഉള്ളൂ, ഒരു തലയേ ഉള്ളൂ, 2 കാലേ ഉള്ളൂ എന്ന് വിചാരിക്കില്ല. 75 പണി. അപ്പം ഇഫ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൗ ടു സേ നോ, you are really going to be without stress, without worry, without anxiety. Then avoid procrastination. പ്രോക്രാസ്റ്റിനേഷനെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ടൈമും വാല്യൂവും കൂടെ നോക്കാൻ പറയുക. ദെൻ പെറ്റ് ദ ഡോഗ് എന്നും കൂടെ അഡീഷണൽ ആയിട്ട് വരികയാണ്. ദ 13th ഈസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ valuable area. There are many studies that verify mindfulness and meditation ease anxiety and mental stress. Mindfulness is about paying attention to daily life and the things we typically rush through. Daily life typically we are rushing through. Adanathu engane cheyyamnu. It is about turning down the volume of your mind by coming back to the body. So mind ne body lotu tirichu konduvaruka. To see what a mindfulness meditation experience is like,
You can try one of the guiding recordings of Segal, an assistant clinical professor of psychology at Harvard Medical School. ഇവർ സൈഗൾ എന്ന് പറയുന്നത് മറ്റേ ജോൺ കബട്സിന്റെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്ത ഒരുത്തരാണ് സൈഗൾ. Here is a mini mindfulness meditation exercise that you can do anytime. അതൊന്നും വേണ്ട. Some people have found that doodling or using coloring books help them get the creative juices flowing and lets their mind take a break. There are a variety of art therapy adult coloring books featuring geometric patterns, mandalas, nature, flowers, avis and oceans, Native Americans inspired designs and more. Many experts recommend these anti-stress adult coloring books an alternative to traditional meditation. Deep abdominal breath. ഇതാണ് ഡീപ്പ് അബ്ഡോമിനൽ ബ്രെത്ത് ആണ് നമ്മൾ ചില സമയങ്ങളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രാക്ടിക്കൽ അബ്ഡോമിനൽ ബ്രെത്ത്. ഈ 14 ആൻഡ് യോഗ ആൻഡ് ടൈച്ചി. സെർവ് അതേഴ്സ് റെഡ്യൂസ് കാഫൈൻ ഇൻടേക്ക്. ഒരു സ്ഥലത്ത് പറയുന്ന കഫൈൻ കൂടുതൽ കുടിക്കുന്നതുകൊണ്ട് നല്ലതാണെന്ന്, പക്ഷെ ഇവിടെ റെഡ്യൂസ് കഫൈൻ ഇൻടേക്ക് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോഫി കുറച്ചോളുക. ഇതെല്ലാം ആങ്സൈറ്റിനും സ്ട്രെസ്സിനും കുറയ്ക്കും. ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൺ ഈസ് യുവർ എമോഷണൽ സ്റ്റേറ്റ് വിൽ കം ടു കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും. ദെൻ ഇതിനകത്ത് എവിടേക്കാണ് നമ്മുടെ എമോഷൻസ് കുറയ്ക്കാൻ, ട്രൈ ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് യുവർ ട്രിഗറിങ് പോയിന്റ്. Recognize your triggers. Pay attention to the warning sign. അപ്പം triggers എന്താണെന്ന് മനസ്സിലാക്കിയാൽ, triggers may be the situation, maybe the people, maybe the thoughts, whichever it might be. Okay. അതിനകത്ത് റിലാക്സേഷനിലോട്ട് പോവുക. ഡീപ്പ് ബ്രീത്തിങ്, പ്രോഗ്രസീവ് മസിൽ, JPMR എന്നാണ് ഇതിനെ നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ. മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ്, യോഗ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇതാണ് എല്ലാ സ്ഥലങ്ങളിലും മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും യോഗയും കുറിച്ചാണ് കൂടുതലും കാംനെസ് വരാനോ അല്ലെങ്കിൽ നോർമൽ ആകാനോ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പോൾ ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ടേക്ക് എ ടൈം ഔട്ട്, ടേക്ക് ഇറ്റ് ത്രൂ, ഡിസ്ട്രാക്ട് യുവർ സെൽഫ്. പല സ്ഥലങ്ങളിൽ പണിയിൽ ഇങ്ങനെ തല പുണ്ണായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേച്ച് നടക്കാൻ പോവുക. അവിടെ ചെന്ന് ഒരു ചായ കുടിക്കുക, ഒരു ഷൂ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 4 പേരുടെ ജോക്ക് പാസ് ചെയ്യുക. അത് തന്നെ ഇവിടെ പറഞ്ഞത്. യൂസ് ഹ്യൂമർ, ചേഞ്ച് യുവർ എൻവയോൺമെന്റ്. ഓക്കെ. ഇങ്ങനെ താങ്കൾ ഓരോരുത്തർക്കും കാണാം. അതർ ഹെൽപ്ഫുൾ ടിപ്സ് ആണ്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്, ഫർഗീവ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്, ഗെറ്റ് എനഫ് സ്ലീപ്പ്. അപ്പം ഹെൽത്തി ഡയറ്റ്. ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും എവിടെ പോയാലും എന്ത് ടോപ്പിക് എടുത്താലും സംസാരിക്കുന്നത് ഉറക്കവും ന്യൂട്രീഷൻ ഫുഡും. ഹെൽത്തി ഡയറ്റ് ആൻഡ് സ്ലീപ്പ്. എന്ത് ഏരിയയിലോട്ട് പോവുകയാണെങ്കിലും they all will be talking about this. Therefore, I request each one of you just think about your emotional state, try to regulate your emotional state and bring back to normalcy and move on. അതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. എന്നും ചെയ്യുന്നത് പോലെ ഒന്ന് നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്താലോ? സോ ഹൗ ടു ഗോ അബൌട്ട് ഇട്ട് നോക്കാം. ഓക്കെ. താങ്ക് യു സർ. അപ്പം സിറ്റ് എറക്റ്റ്, കീപ് യുവർ ഫുട്ട് ഓൺ ദ ഗ്രൗണ്ട് ഫേംലി. പാദങ്ങളെല്ലാം ശരിക്കും തറയിൽ ഫേമായി പതിഞ്ഞിരിക്കട്ടെ. കൈ രണ്ടും തുറന്ന നിലയിൽ മുകളിലോട്ട് നോക്കി തുടയിന് മുകളിലോ അല്ലെങ്കിൽ ഈ ആംറസ്റ്റിന് മുകളിലോ വയ്ക്കുക. പരമാവധി കൈ തുടയിന് മുകളിലിരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഓൺ ബോഡിയിൽ ടച്ച് ആകുമ്പോൾ കുറച്ച് ക്ലിയർ ആയിരിക്കും. നിവർന്നിരിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ, കഴുത്ത് നിവർന്നിരിക്കട്ടെ. നമ്മുടെ ഓൺ ഹൈറ്റിൻ്റെ ലെവലിൽ നമ്മൾ ആംഗിൾ ഓഫ് സീയിങ് വയ്ക്കുക. അവിടെ ഷാർപ്പായിട്ട് അവിടെ തന്നെ ഫിക്സ് ചെയ്യുക. അവിടെ നിന്ന് ടെൽ യുവർ ബോഡി അല്ല ബ്രെയിൻ ആൻഡ് മൈൻഡ് ദാറ്റ് യു ആർ ഗോയിങ് ഫോർ എ സ്മോൾ മെൻ്റൽ എക്സസൈസ് ആർ മെഡിറ്റേഷൻ. കൈൻഡ്ലി സപ്പോർട്ട് മീ. അത് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് slowly close your eyes. Till such time don't close it. When you close your eyes, start, take deep breath. Inhale,
exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now switch over your position to a normal breath and start monitor your inhaling and exhaling. Let the observation be always on your inhaling and exhaling. Now bring back your attention to your body portions, whichever is being enumerated periodically from the top to bottom. Now start being aware and attend to the head portion, top, forehead, eyes, nose, mouth, ears, cheeks, chin, neck, shoulders, upper arm, knee joints, lower arm, wrist, palms, fingers, chest, stomach, abdomen, upper back, lower back, glute, thighs, knee joints, leg, ankles, palm, fingers, and try to bring your attention to the total body or whole body from top to bottom. Once again, bring your attention to the total body from top to bottom. Now bring back your attention to the breath. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to your emotions. Emotions
just to see which type of emotion is coming, which type of emotion is going. Don't get carried away by the emotion. Just to see as a third party from a distant place. Just observe it, how the emotion is trying to touch your body, which type of feeling it's trying to make it. And continue your inhaling and exhaling. And bring back your attention to inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now bring back your attention to the thoughts which is trying to come in and go. See how many thoughts are trying to come, which type of thoughts are coming. Just don't get interpreted. Just start watch the thoughts which are trying to come in. Bring back your attention to again breath. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now bring the attention to your environment. What are all the types of sounds? Which type of sounds are coming? Or you are hearing it from the distance to close. From extreme distance, you just try to analyze it, which type of sounds are coming. Just monitor it, just count it, just hear it. Don't do anything. For fun's sake, just monitor it. And come little closer, like that. Come to your house and the front area, drawing hall, then carry on, come closely up to your room, then you see that which type of sounds are being available in the environment. Now bring back your attention to your again breath. Inhale, exhale, inhale, exhale. Continue for some time. And bring your attention to a deep breathing. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. And back to your normal breathing. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now, hope you have completed your meditation practice. In case if your body and mind is okay, then
seek permission from your body and mind that you accomplished. Then you are permitting to open your eyes. If it says yes, then slowly open. Before opening, just take both the hands, rub together, keep on the eyes. Thank you. Hope you all are charged nicely and got refreshed. It's a powerful meditation. Thank you, Alright. sir. Thank you. Yes, yes, definitely. നല്ല കാര്യം. താങ്ക് യു സർ. വേറെ Thank എന്തെങ്കിലും you, sir. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ സാബു സാറിന്റെ ബാക്ക് കൊടുക്കാം മൈക്ക്. സാറേ, ഒരു കാര്യം മാത്രം ഞാൻ സാറ് Yes, sir. ഇന്ന് തുടങ്ങി വെച്ചതിൽ നിന്ന് സാബു സാറും ഒക്കെ പറഞ്ഞു, ഇന്ന് വേൾഡ് ബുക്ക് ഡേ എന്നായിരുന്നല്ലോ സാറ് അല്ലെ അതെ. പറയുന്നത്. അപ്പൊ അതിനകത്ത് കുറെ ബുക്സുകളുടെ കാര്യമൊക്കെ ഇളങ്കോ സാറ് സജസ്റ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് നല്ല കുറെ ബുക്സിന്റെ. ആ കൂട്ടത്തിൽ സാറേ എനിക്ക് ഒന്ന് ആഡ് ചെയ്യാൻ ഒരു ബുക്ക്, ദ മോങ് ഹു സോൾഡ് ഹിസ് ഫെറാറി അതെ, ബൈ, അതെ, അതിനകത്ത് ഒരുപാട് റോബിൻ ശർമ്മ സാർ റോബിൻ ഒരുപാട് ശർമ്മയുടെ ബുക്ക് സർ. റോബിൻ ശർമ്മയുടെ ബുക്കാണ് ദ മോങ് ഹു സോൾഡ് ഹിസ് ഫെറാറീസ്, വണ്ടർഫുൾ ബുക്ക്. അതിനകത്ത് സാറേ ഇതുപോലുള്ള ഒരുപാട് ടെക്നിക്കുകൾ പറയുന്നുണ്ടല്ലോ. ദ ഹാർട്ട് ഓഫ് ദ റോസ് അല്ലേ സാറിന് അറിയായിരിക്കും, ഹാർട്ട് ഓഫ് ദ റോസ്. പിന്നെ വേറൊരു ടെക്നിക്ക് ഉണ്ട് സാർ, ദ സീക്രട്ട് ഓഫ് ദ ലേക്ക്. അത് ദ സേജസ് ഓഫ് ശിവാനി അവര് പ്രാക്ടീസ് ചെയ്തിരുന്ന കുറെ വണ്ടർഫുൾ ടെക്നിക്സ് ഉണ്ട് സാർ, ഓൾ ടോക്കിംഗ് അബൌട്ട് മൈൻഡ്ഫുൾനെസ്, നമ്മുടെ തോട്ട്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, തോട്ട്സിനെ പ്രോസസ്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ടെക്നിക്ക് കൂടെ ഉണ്ട് ലങ്കോ സാർ, ഓപ്പോസിഷൻ തിങ്കിങ്. നമ്മുടെ നെഗറ്റീവായ തോട്ട്സ് വരുമ്പോൾ അപ്പൊ തന്നെ ഒരു 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 പ്രൊജക്റ്റിലെ സ്ലൈഡ് മാറ്റുന്ന മാതിരി, യു റിമൂവ് ദി സ്ലൈഡ് ആൻഡ് പുട്ട് എ ന്യൂ തോട്ട് എന്നൊക്കെ പറഞ്ഞ സാർ ഒരുപാട് അല്ലെ. അതെ അതെ, ട്രൂ സർ. ഇത് ഓരോരുത്തരും ഓരോരോ സ്റ്റൈലില് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കോഫി കുടിച്ചു, ഇതിന് ഞാൻ ഇപ്പം വായിച്ചപ്പോൾ കോഫി കുടിച്ചുകൂടാന്ന്, അല്ലെ റെഡ്യൂസ് യുവർ കഫൈൻ എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു കോഫിയുടെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ചായനെക്കാട്ടിലും കോഫി എത്ര നല്ലതാണെന്ന്, കോഫി കുടിക്കുന്നവന് ഈവൻ ഹാർട്ട് അറ്റാക്ക് കുറയും, ക്യാൻസർ കുറയുമെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ പല റിസർച്ചറും പല രീതിയിൽ പല ആംഗിളിൽ ചെയ്തിട്ട് പലരും ഡിക്ലെയർ ചെയ്ത് എല്ലാ മാർക്കറ്റിലും ഉണ്ട്. ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഈ നമ്മുടെ മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് തന്നെ പല ആൾക്കാർക്കും പല രീതിയിലുണ്ട്. പല രീതിയിൽ ഈവൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൽ തന്നെ സിംഗപ്പൂർ മെഡിറ്റേഷൻ, സിംഗപ്പൂരിലിരുന്ന് ഒരു ഗുരുവിടെ കൂടെ ഞാൻ കുറെ കാലം ഓൺലൈനിൽ പ്രാക്ടീസ് ചെയ്ത്, അദ്ദേഹം കൂടുതലും ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണടച്ചോണ്ടിരിക്കും, ബ്രീത്ത് ചെയ്യവേ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കടലിന് അങ്ങപ്പുറത്ത് ഒരു മല, മലയുടെ അങ്ങപ്പുറത്ത് ഒരു മല, അല്ല ഒരു മരത്തിന്റെ മുകളിൽ ഒരു ബട്ടർഫ്ലൈ, ആ ബട്ടർഫ്ലൈ ഇങ്ങനെ ചിറകടിച്ച് ഇങ്ങനെ ദൂരത്തിൽ പോകുമ്പോൾ പല സമയങ്ങളിൽ ആ ബട്ടർഫ്ലൈ ഇതിനെ കൊണ്ട് കാണാൻ പറ്റില്ല, അത്ര ദൂരത്ത് പോയി അടുത്ത് അവിടെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇരിക്കുന്നു, ആ ഫ്രൂട്ട് ഇതിൻ്റെ അടുത്തുകൂടെ വരുന്നു, ഈ വെള്ളം ഇങ്ങനെ അടിക്കുന്നു, ഇങ്ങനെ അദ്ദേഹം നമ്മളെ ഡ്രീം ചെയ്യിപ്പിച്ച്. ഞാൻ ചോദിച്ചത് ഇങ്ങനെ മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന്. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ പ്രാക്ടിക്കലി ഒരു ദിവസം ചെയ്യുമ്പോൾ നീ ഇമാജിനറി വിർച്വൽ തിങ്ങിനെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ റിയൽ തിങ്ങിനെ യു വിൽ ബി ഈസിലി അക്സെപ്റ്റിങ് ഇറ്റ്. therefore you start practice everything. ഇത് ഇങ്ങനെയാണ് പറഞ്ഞത്. അത് എനിക്ക് അഫ്കോഴ്സ് അത്രയും ഒരു എക്സ്ട്രാ ടേസ്റ്റ് തോന്നാത്തതുകൊണ്ട് ഞാൻ ഫുള്ളും അതിനകത്ത് കയറി നിന്നില്ല. ഈ സാറ് പറഞ്ഞ പോലെ പല ആൾക്കാരും ഈ ഇൻഫാക്ട് ഈസ് എനി തിങ്കിങ് നെഗറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ നോ. നമ്മുടെ എമോഷണൽ സ്റ്റേറ്റസ് ആണ് സാർ, ആങ്കർ, സാഡ്നെസ്, ഇതെല്ലാം ഇതിനെല്ലാം നമ്മൾ നെഗറ്റീവ് എന്ന് കുറെ കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈസ് ഇറ്റ് നെഗറ്റീവ്? നോട്ട് അറ്റ് ഓൾ നെഗറ്റീവ് എന്ന് ഞാൻ പറയത്തുള്ളൂ. സാറ് പറഞ്ഞതുപോലെ ഈ ഫ്ലിപ്പിംഗ് പറ്റും. ഫ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവിനെല്ലാം നമ്മൾ ഇറ്റ് ഈസ് നോട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും എല്ലായിടത്തും പറയുന്നതാണ്, ഈ പ്ലാറ്റ്ഫോമിലും പല സമയങ്ങളിൽ പറഞ്ഞു കാണും, ഈസ് -3 നെഗറ്റീവ്? യെസ്, ഇറ്റ് ഈസ് നെഗറ്റീവ് കമ്പാരിറ്റീവ്ലി, comparing from 0. But when you stand on -5, is -3 negative? No, it is a positive. ശരിയല്ലേ സാർ? അപ്പൊ സാർ കറക്റ്റ് ആണ് സാർ.
അങ്ങനെ ആകുമ്പോൾ സാറിന് -3 നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാൻഡിങ് ഇൻ 0 യു ഷുഡ് ഗോ ടു -5. സോ ഫ്ലിപ്പിംഗ് ഈ നെഗറ്റീവുകളെല്ലാം പോസിറ്റീവ് എന്ന് നമ്മൾ മനസ്സിൽ പറയുക. ഞാൻ പല സമയങ്ങളിൽ നെഗറ്റീവിന് പറയുന്ന അത്രയേ ഉള്ളൂ. Hey, Ilango, you are standing in 0 and saying that it's negative. Go to -5 and say and look towards -3. It is positive. ഞാൻ പ്രാക്ടിക്കലി ചില സമയങ്ങളിൽ സാറ് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇളങ്കോ സാറിനെയൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ കേൾക്കുകയും വളരെ നമ്മളെ പോലുള്ളവരൊക്കെ സാറിനൊക്കെ വളരെ വളരെ കീനായിട്ട് കേൾക്കുകയും സാറ് പറയുന്ന പോയിന്റൊക്കെ ഇപ്പൊ റോയ് സാറ് ഇരിപ്പുണ്ട്. നമ്മളൊക്കെ അത് വളരെ എന്താണ് വളരെ ഇൻട്രസ്റ്റിങ്ങോടാണ് കേൾക്കുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഉള്ളത്, നമ്മുടെ ഈ ബുക്കിഷ് ഈ നോളജൊക്കെ നല്ലതാണ്. സാർ ഇപ്പോൾ പറഞ്ഞ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, ഒരുപാട് ടെക്നിക്സുകളൊക്കെ പഠിക്കാം. നമുക്ക് ബുക്കിൽ നിന്നൊക്കെ ഒരുപാട് വായിക്കുകയും കേൾക്കുകയും ഒക്കെ പഴയെങ്കിലും ബുക്കിൽ നിന്ന് കുറച്ച് വായിക്കുന്ന കുറേ കാര്യം അങ്ങ് മറന്നു. പക്ഷേ സാറിനെ പോലെയുള്ള ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിരുന്ന് യു ആർ ടോക്കിംഗ് ടു മീ ഡയറക്ട്ലി. നമ്മൾ 2 സ്ഥലത്തായിരിക്കുന്ന ഫിസിക്കലി ആയിരിക്കും വേണമെങ്കിൽ യു ആർ ചാർജിങ് സംതിങ്, യു ആർ പാസിങ് ദാറ്റ് എനർജി ഓക്കെ ടു മീ ഇലക്ട്രോണിക്കലി ഓർ വാട്ട് എവർ വേ. സോ ദാറ്റ് ഈസ് എനർജൈസിങ് മീ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് സാറേ, ഈ സാറിനെ പോലെയുള്ള ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് ഒതന്റിക്കലി അറിയുകയും അതാണല്ലോ സാറ് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഞങ്ങളെപ്പോലുള്ളവരോടൊക്കെ അറിവില്ലാത്തവരോട് ഷെയർ ചെയ്യുകയും ഞങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു 10 ബുക്ക് വായിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും എന്താണ് എൻ്റെ ചിന്താമണ്ഡലിൽ കൊടുത്തൊക്കെ എന്നെ ചിന്തിപ്പിക്കുകയും അത് കൂടുതൽ ഹൃദയസ്ഥമാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള ക്ലാസ്സിന് വരും. നമുക്ക് ഇപ്പോൾ ഒരു സാറ് തന്നെ യു ആർ അലൗവിങ് അസ് ടു ഹാവ് ഒരു ഇന്ററാക്ഷൻ തന്നെ അല്ലേ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതെ. അപ്പൊ പിന്നെ ഈ പറയുന്ന ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ അത് വേറൊരു ലെവലിലുള്ള കുറച്ച് ഐഡിയകൾ നമുക്ക് കിട്ടും. ഇതെല്ലാം ഇപ്പൊ ഞാൻ സാറിനെ കേട്ടതുകൊണ്ടാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഈ 2 പോയിന്റ് പറഞ്ഞതും ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി ബൈ റോബിൻ ശർമ്മയെ കുറിച്ച് പറയാൻ ബിക്കോസ് ഓഫ് യു. ദാറ്റ്സ് മൈ പോയിന്റ്. സാറിനെ ഞാൻ അല്ല, ഇത് സാർ ഒരു ലൈൻ പറഞ്ഞു, എനിക്ക് ഈ ക്ലാസ് ഇവിടെ വന്ന് എടുക്കണമെങ്കിൽ സാറിനെ പോലെ ഒരുപാട് എക്സ്പെർട്ടൈസ് ആൾക്കാരുടെ ഇടയ്ക്ക് ചെറിയ പോയിന്റ്സ് പറയുമ്പോഴും ശ്രദ്ധിച്ച് കോഷ്യസ്ലി പറയണമല്ലോ എന്ന് പറഞ്ഞ് കുറേ വായിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഇടയ്ക്ക് അത് എടുത്ത് കട്ട് ചെയ്ത് PPT ആക്കാതെ നെറ്റിൽ തന്നെ എടുത്ത് നേരെ വെച്ചിട്ട് ഐ ട്രൈ ടു ടെൽ അവിടെ നിന്ന് റെഫറൻസ് കൊണ്ടാണ്. അതർവൈസ് മൈ ടോക്ക് ഷുഡ് നോട്ട് ബി വെരി ഫ്ലോലെസ് ആർ വേസ്റ്റ് ആയി പോകരുത്. എംടി ബോക്സ് പോലെ അല്ല, വിത്ത് റെഫറൻസ് ആണ് നമ്മൾ എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞു കൊടുക്കേണ്ടി വന്നത്. അതാണ് ഐ എം ട്രൈങ് ടു എൻഹാൻസ് മൈസെൽഫ്. സാറിൻ്റെ മുമ്പിലൊക്കെ ഞാൻ സെഷൻ എടുക്കാൻ വരുമ്പോൾ ഐ ട്രൈ ടു എൻറിച്ച് മൈസെൽഫ്, എൻഹാൻസ് മൈസെൽഫ്. അതിന് ഐ ഷുഡ് താങ്ക് സാബു സാർ ഫോർ ഗിവിംഗ് മീ എൻ ഓപ്പർച്യൂണിറ്റി പീരിയോഡിക്കലി. അല്ല സാറ് യു ആർ സ്പെൻഡിങ് യുവർ ടൈം. സാർ ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഫോർ ദ പ്രിപ്പറേഷൻ. സോ ഹൗ മച്ച് ടൈം ആൻഡ് എനർജി യു ആർ ഓൾസോ പുട്ടിങ് ആസ് ആൻ എഫോർട്ട് ടു എഡ്യൂക്കേറ്റ് us. സത്യത്തിൽ മനോജ് സാറേ, ഇളങ്കോ സാറൊന്നും ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നൊന്നുമില്ല. പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ആരാകുമായിരുന്നു. അല്ല സാറിന്റെ ഈ ഓൺ ദ പക്ഷെ സ്പോട്ട് അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് ഈ റിയൽ ടൈമിൽ, അതാണ് ഈ മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഭയങ്കര പ്രായോഗിക റിയൽ ടൈമാണ്. ഈ നിമിഷത്തിൽ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല, ഇളങ്കോ സാറിന്റെ മനസ്സിൽ കൂടെ കടന്നിങ്ങനെ വരും. എന്നിട്ട് അത് ഈ ഡെയിലി ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും എന്താ ഈ പറഞ്ഞ പോലെ ബസ് വേർഡ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകളിൽ വന്ന് കണക്ട് ചെയ്തിട്ടാണ് പറയാം. അപ്പൊ അത്ര പ്രായോഗിക തലത്തിൽ ഇപ്പൊ നമ്മൾ ആന്റണി സാറിനെ ശ്രദ്ധിച്ചാൽ അറിയാം, ആന്റണി സാർ വളരെ പ്രാക്ടിക്കലായിട്ട് അത് ചെയ്ത് ട്രെയിൻ ചെയ്ത. പക്ഷെ ഒരിക്കൽ പോലും ഇളങ്കോ സാർ അങ്ങനത്തെ പ്രിപ്പറേഷൻ ചെയ്യാതെ പോലുമില്ല. ഞാൻ പറയും സാറിനോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഇന്ന് മൈൻഡ്ഫുൾനെസ് ആണ്, പക്ഷെ സാറിനത് ചെയ്യണ്ട, സാറിനത് ചെയ്യണ്ട. ചെയ്തുകൊണ്ട് സാർ ഞാൻ പ്ലാൻ ചെയ്തത്, പക്ഷെ വിട്ടുപോയി, സ്കിപ്പ് മൈൻഡ്. സാബു സാറേ, ഞാൻ സാറിനോടുള്ള അതിനോട് ചേർത്ത് വെച്ച് ഞാൻ പറയാം. കാര്യം ഇളങ്കോ സാർ ഒരുപാട് ഇതിനെക്കുറിച്ച് സാറിന് അറിവുണ്ട്. പിന്നെ സാറ് പറയുന്ന കാര്യങ്ങളും ഒക്കെ സാറിനത് എക്സ്പീരിയൻഷ്യലായിട്ട് അല്ല എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് സാറ് പറയുന്നത്. നമ്പർ 2, സാറ് പറയുന്നത് സാറിന്റെ ഹൃദയത്തിൽ നിന്നുകൂടെയാണ്, വെറും ഓർമ്മയിൽ നിന്നല്ല. അതുകൊണ്ടാണ് സ്പോണ്ടേനിയസ് ആയിട്ട് സാറ് ഇത്രമാത്രം വി ആർ നോട്ട് പ്രൈസിങ് ഓൺ യുവർ അങ്ങനെയല്ല സാറിന്റെ
എന്റെ is ഗുരു sharing. എന്നെ പഠിപ്പിച്ചത് ബിഫോർ യു ഓപ്പൺ അപ്പ് ദ വേർഡ് മൈൻഡ്ഫുൾനെസ് 2 years പ്ലസ് പുറത്ത് കാണിക്കാതെ നീ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ നീ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നെന്ന് നാട്ടുകാരുടെ അടുത്ത് പറയാവൂ എന്ന് പറഞ്ഞത്. അപ്പൊ അതുവരെ 2 years ഈ വാസ് ഹാൻഡ് ഹോൾഡിങ് V4 person. എല്ലാ ആഴ്ചയും എല്ലാ സൺഡേയും മെഡിക്കൽ കോളേജിനകത്ത് വിളിച്ച് അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ രാവിലെ 10 മണിക്ക് കയറുവാണെങ്കിൽ വൈകിട്ട് 4 മണി വരെ ഒരു പൈസയുടെ ചിലവ് ആരും പാടില്ല. അപ്പന കഴിച്ചോളണം, അപ്പന ചായ കുടിക്കണം. അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ ഞങ്ങൾ പബ്ലിക്കിന് ക്ലാസ് എടുക്കുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ എടുക്കും. അന്ന് ഞങ്ങൾ 4 ട്രെയിനേഴ്സ് പൈസ ബിയർ ചെയ്യും. ഫുഡിന് വേണ്ടിയല്ല, കുറച്ച് എക്സ്ട്രാ പേപ്പർ പെൻസിൽ ഇങ്ങനത്തെ ഒരു എങ്ങനെ പോയാലും ഒരു 500 to 1000 rupees പെർ പേഴ്സൺ ആവും. അത് ഫോർ സൊസൈറ്റി സോഷ്യൽ പർപ്പസ് നമ്മൾ ചെയ്യുന്ന. ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് സാർ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ എമോഷൻ്റെ അടുത്ത് അല്ല അമിഗ്ഡല അടുത്ത് ഈ ചെറിയ ഒരു ടോപ്പിക് നെക്സ്റ്റ് വീക്ക് ദിസ് ടോപ്പിക് എന്ന് പറയും. ഞങ്ങൾ 12 പേര് ഇരുന്ന് ഇങ്ങനെ രാവിലെ ഇരുന്ന് വൈകിട്ട് വരെ സെയിം ഒരു വേർഡിന് മാത്രം അരച്ച് കലക്കിക്കൊണ്ടിരിക്കും. അതിനകത്ത് 4 പേര് MBBS PG ചെയ്ത ഡോക്ടേഴ്സാണ്. അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ചെയ്തത് കൊണ്ട് കുറച്ച് ക്ലാരിറ്റി വന്നത് മാത്രമല്ല, നമ്മൾ ബേസിക്കലി ഇപ്പം തന്നെ സാർ ഞാൻ വേറെ ആൾക്കാർ മൈൻഡ്ഫുൾനെസ് പഠിപ്പിച്ചതും നമ്മുടെ പുത്തൻപുരയ്ക്കൽ സാറ് മുകളിലേക്ക് ഹൈ ഓർഡറിൽ പഠിപ്പിക്കുന്നതും ഞാൻ ഇന്ന് എമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എമോഷൻ എങ്ങനെയാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, ഇത്രയും മാത്രമാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്ന ഏരിയ. ഓരോ ദിവസം ചെറിയ ചെറിയ പോയിന്റ്സ് പറഞ്ഞാൽ മനസ്സിനകത്ത് നിൽക്കുമെന്ന ഒരു ഐഡിയ ആണ് സർ. താങ്ക് യു സാർ, താങ്ക് യു. റോയ് സർ. താങ്ക് യു സാർ. ഞാൻ കുറച്ച് നീണ്ടുപോയി. റോയ് സാർ പറഞ്ഞാട്ടെ. സാർ മൈക്ക് ഓരോന്ന് പറയുമ്പോഴും നമ്മളിങ്ങനെ അതിലൂടെ മനസ്സിൽ കാണുക. എളങ്കോ സാർ അങ്ങനെയല്ല, അതൊന്ന് നോക്കിയിട്ട് സ്വന്തമായിട്ട് അതിൻ്റെ ഒരു പ്രതികരണം കണ്ടുപിടിക്കുന്നു. നമ്മളങ്ങനെയല്ല, കേട്ടത് അതേപടി ഒന്ന് ഇത് ചെയ്യാൻ നോക്കുക. ഇതല്ല, അവിടെ വളരെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാറ് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. ഈ അവയർനെസ് എന്ന് പറഞ്ഞ ചില എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് ഓർക്കുന്നു ചെയ്യുന്നു. അതായത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എവിടെയെല്ലാം പോലീസുണ്ട്, എവിടെയെല്ലാം ഇതുണ്ട്, അങ്ങനെ എങ്ങനെയാണ് ഈ അവയർനെസ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് സ്വന്തമായി ഫീൽ ചെയ്യുന്ന അതേപടി എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ നമുക്കത് ലൈഫ് റിലവൻ്റ് ആയിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നു. അതാണ് അതിൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ കേട്ടില്ലേ, ഇപ്പൊ ഉറങ്ങുന്ന കാര്യം പറഞ്ഞു നേരത്തെ, ഇസഡ് പോലെ കിടന്ന് ഉറങ്ങുന്ന കാര്യം. അപ്പൊ അതിന് സുഖം കിട്ടുമെന്ന് പറഞ്ഞു. അത് വേറെ ആരും പറഞ്ഞതല്ല, അങ്ങനെ ഒരു അനുഭൂതി കിട്ടിയപ്പോൾ അത് എൻജോയ് ചെയ്തു, അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നു. ഇതാ സാറിൻ്റെ ഒരു. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഇതായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. താങ്ക് യു സാർ. എളങ്കോ സാറിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് റോയ് സാർ. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റോയ് സാറിനെ കൃത്യമായിട്ട് റെഡിയാക്കി നിർത്തിയിരുന്നു ഇൻ കേസ് എന്തെങ്കിലും ഒരു. അല്ല, സാറ് പറഞ്ഞ അവെയർ അറ്റൻഡ് ഭാഗമുണ്ടല്ലോ, എനിക്കത് ആ മൈൻഡ്ഫുൾ എങ്ങനെയെന്ന് ഇതെന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റിയത് ആ ഒരു ഒറ്റ ഇതില്ല. സാർ എപ്പോഴും വരുമ്പോഴും അതൊന്ന് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തറവായിപ്പോയത് മോമെന്റ് ടു മോമെന്റ് വിത്തൗട്ട് ജഡ്ജ്മെന്റ് എന്നൊക്കെ പറയുന്ന ഭാഗം അതെങ്ങനെ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്. അപ്പൊ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സമയത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് സാറിൽ നിന്ന് കിട്ടിയത് അതേപടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എക്സാമ്പിൾസേ പറ്റുള്ളൂ. അതെ, ഞാനും എളങ്കോ സാറിന്റെ ക്ലാസ്സുകൾ വരുന്ന ദിവസമൊക്കെ ഞാനും മാക്സിമം ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ബി പ്രസന്റ്. ചിലപ്പോൾ പറ്റാറില്ല. ചിലപ്പോൾ സാറിന്റെ ക്ലാസ് തേഴ്സ്ഡേ ആണല്ലോ, അപ്പൊ അന്ന് ഞങ്ങൾക്ക് ചില ബിസിനസ് ഫ്ലോ ഇപ്പൊ ഓൺലൈൻ ആയത് മേ ബി ഐ ബി സ്റ്റക്ഡ് അപ്പ് വിത്ത് മൈ ഓൺലൈൻ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പം പിന്നെ ഞാൻ സാറിനെ കേൾക്കും, തീർച്ചയായിട്ടും കേൾക്കും. ബട്ട് വെരി യൂസ്ഫുൾ, വെരി ഇൻഫോർമേറ്റീവ്. സാറിന്റെ എന്താണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അത് ഒരിക്കൽ കേട്ടാൽ അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് സാറിൽ കൂടെ. അത് തന്നെ വലിയ കാര്യമാണ്. സോ വി ഷുഡ് ബി താങ്ക്ഫുൾ ടു യു സാർ. അതാണ് പറയേണ്ടത്. അൽമൈറ്റിനാണ് താങ്ക്സ്. പക്ഷെ ഈ ആഴ്ച എല്ലാം കൊണ്ടും ഒരു വല്ലാത്തൊരു ഇതാണ്. നമ്മുടെ മാർപ്പാപ്പ നമ്മളെ വിട്ട് വെരി ലവ്ലി, അദ്ദേഹം ലാസ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണെന്ന്, എന്നെ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതി, വേറെ ഒരു വാക്ക് പോലും എഴുതരുത് അഡീഷണൽ ആയിട്ട്. ദാറ്റ് ടു ഇൻ ലാറ്റിൻ മാത്രം. ഇംഗ്ലീഷിൽ പോലും അല്ല, ഇംഗ്ലീഷിൽ പോലും എഴുതരുതെന്നാണ് പറഞ്ഞത്. അത്രയും സിമ്പിൾ മനുഷ്യൻ, സൊസൈറ്റീനെ ഫുള്ളും കോമണേഴ്സിന് സർവ് ചെയ്ത അദ്ദേഹം
I was expecting to be in India, means he to be in India. വരാമെന്ന് പറഞ്ഞിരുന്നെന്നാണ് തോന്നുന്നത്. 25 വരാന്ന് പറഞ്ഞു. അതെ. ശരിക്കും പറഞ്ഞാൽ സാറേ, ഈ നമ്മുടെ ക്രിസ്ത്യൻ റിലീജിയന്റെ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ചരിത്രം നോക്കിയാല് ഇദ്ദേഹത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള പ്രഷർ കൊണ്ട് പല തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്ലസ് പോയിന്റ്സ് എടുക്കുമ്പോൾ അത് വളരെ 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 ഹൈ ആണ്. ഈ ഓർക്കുന്നുണ്ടോ, ഈ ആദ്യമായിട്ട് മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഇദ്ദേഹം വന്ന ആ ഒരു കാഴ്ചയൊക്കെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും സൂക്കേസ് മാത്രമേ ഉള്ളൂ, പരിവാരമൊന്നുമില്ല, സിംപിളി വരികയാണ്. അന്നേരം പുള്ളി തന്നെ സൂക്കേസ് എടുക്കുന്നു, പുള്ളി താമസിച്ചതിന്റെ പേയ്മെന്റ് പുള്ളി തന്നെ കൊടുക്കുന്നു. അങ്ങനെ വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കി ഇതിനേക്കാളും സിമ്പിളാണ്. മാർപ്പാപ്പയായി കഴിഞ്ഞപ്പോൾ ഒത്തിരിയും ഈ പറഞ്ഞ പോലെ ഉപജാപക ബന്ധങ്ങളുടെ കീഴിലായിപ്പോയി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. അല്ല, മനുഷ്യകുലത്തിന് ഒരു ഗുണം ഉണ്ടായി സാർ അദ്ദേഹത്തിന്റെ സമയത്ത്. അത് ഞാൻ ആദ്യം ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹത്തിനാണ് കൂടുതൽ ചെയ്തത്. അദ്ദേഹം വോളണ്ടിയർ ആയിട്ട് എനിക്ക് കൂടുതൽ സെർവ് ചെയ്യാൻ പറ്റത്തില്ല, ലെറ്റ് മീ ബി എമിരറ്റസ് എന്ന് മാറിയതിനെ ഐ വാസ് ഹാവിങ് ഹയസ്റ്റ് റിഗാർഡ് ഓൺ ഹിം. ബട്ട് പിന്നെ ഇദ്ദേഹം ടേക്ക് ഓവർ ചെയ്ത് സാർ പറഞ്ഞ പോലെ കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും കാര്യങ്ങൾ പറയാനും, പിന്നെ ഏത് മനുഷ്യരും ഏത് ആളാണെങ്കിലും കുറെ സറൗണ്ടിങ്സിനുള്ള എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് വരും സാർ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അഗ്രീഡ് ആണ്. അല്ല, അത് ഓർഗനൈസേഷണൽ പ്രോബ്ലമാണ്, അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അല്ല, അത് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ മറ്റേ 28 പേരാണ് വെറുതെ എന്ന് പറഞ്ഞാൽ സിംപിളി വെറുതെ കല്യാണം കഴിഞ്ഞ് അവിടെ വരെ പോയി നിൽക്കുമ്പോൾ അവന്റെ പേര് ചോദിക്കുക, അഷിങ്ങെന്ന് ക്ലോസ് ഷോട്ടാണ് അടിച്ചു കൊടുക്കുന്നത് എല്ലാവരെയും. നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഒരാളും ഉണ്ട് കൂട്ടത്തിൽ മരിച്ചവരില്ല. മകളുടെ മുന്നിൽ വെച്ച് തന്നെ ആ അച്ഛന് മരിക്കേണ്ടത്. ഏതായാലും ഒരു വളരെ സാഡ് ഡേ ആണ്. എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം എന്നെയും കൂടെ കൊന്നേക്കെന്ന് എന്നാലും സാറ് ആ കണ്ടീഷൻ ഒന്ന് സാറ് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരു ഭാര്യയും ഭർത്താവും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാർ അവിടെ പോയി നിൽക്കുമ്പോൾ വെറുതെ ഒരു തേർഡ് പാർട്ടി പറഞ്ഞ് എന്നെ കൊല്ലുന്നു, എന്റെ മിസ്സസിന് എന്ത് ഫീൽ, അല്ല മിസ്സസിന് കൊല്ലുന്നു, എന്റെ ഫീലിംഗ് എന്തായിരിക്കും ആ സമയത്ത്? തിരിച്ച് ആൻസർ പറഞ്ഞ കണ്ടില്ല. അത് വരെ ഇല്ല, അതൊക്കെ ഇല്ല, അതെല്ലാം ഒരു സാർ അത് മേ ബി ട്രൂ, മേ നോട്ട് ബി ട്രൂ. ഞാൻ അതിനകത്ത് കുറെ പൊളിറ്റിക്കലൈസേഷനും കൂടെ എക്സ്പെക്ട് ചെയ്യുന്നു. ഇത്രയും വാക്ക് പറയാതിരുന്നത് ആരും കൂടെ കയറ്റിയിരിക്കാം. അതുകൊണ്ട് ഇതൊക്കെ പോട്ടു സാർ. പക്ഷെ എത്ര ഇന്നസെന്റ് ഹ്യൂമൻ ലൈഫ്സ് ആണ് പോയതെന്നാണ്. അതെ, അല്ല എപ്പോഴും ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഇതിന്റെ വിക്ടിംസും, അല്ലേ സാറേ? ഒന്നും അറിയാത്ത. മൈക്ക് ഓഫ് ആണ് സാറേ, ഞാനിവിടെ ഫോണിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും വളരെ പ്രത്യേകതയുള്ള ദിവസങ്ങളാണ്. ഇവിടെ ഈ മൈൻഡ്ഫുൾനെസ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ ചുറ്റുപാടുകളെ, അല്ലെ, ഒരു നിമിഷം, ആ നിമിഷത്തിന്റെ മാർപ്പാപ്പയൊക്കെയാണ് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു, വളരെ ഹാപ്പി ആയി. പക്ഷെ പെട്ടെന്ന്, അല്ലെ, ആ ഒരു നിമിഷത്തില് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആകാം എന്ന് പറയുന്ന പോലെ ഇന്നലത്തെ സംഭവമൊക്കെ, ഇതൊന്നും ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അതാണ് അതിന്റെ പ്രോബ്ലം. Exactly. Yes. അപ്പൊ താങ്ക് യു സർ, വളരെ സന്തോഷം. Thank you, Good night. Good night. We'll catch up next week, sir. Hopefully. Thank you. Thank you, sir.